قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ് അൽ ഖംറു ഉമ്മുൽ കബായിർ വഅക്ബറുൽ ഫവാഹിഷ് فمن شربها وقع على أمه وعلى عمته وعلى خالته صدق رسول الله. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാ സ്വഹാബ അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വഅക്ബറുൽ കബായിർ. എല്ലാ വൻ പാപങ്ങളുടെയും തലവനാണ്, എല്ലാ മോശമാകുന്ന പ്രവർത്തനങ്ങളുടെയും നേതാവാണ്. ഈ ദുനിയാവിൽ ലഹരി നുണയിൽ കള്ളുകുടിക്കൽ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം. ഫമൻ ശരിബഹ, ആരൊരുവൻ ലഹരി നുണഞ്ഞുവോ, മദ്യം നുകർന്നുവോ, വഅല ഉമ്മിഹി വഅല ഖാലതിഹി വഅല അമ്മതിഹി, അവന് സ്വന്തം മാതാവിനെ തിരിച്ചറിയാൻ സാധിക്കില്ല സഹവ, സ്വന്തം വാപ്പയുടെ സഹോദരിയെ തിരിച്ചറിയാൻ സാധിക്കില്ല, സ്വന്തം ഉമ്മയുടെ സഹോദരിമാരെ തിരിച്ചറിയാൻ സാധിക്കില്ല. മാതാവിനെ വ്യഭിചരിക്കാൻ അവൻ തുനിയുകയാണ്, വാപ്പയുടെ സഹോദരിയെ വ്യഭിചരിക്കാൻ തുനിയുകയാണ്, ഉമ്മയുടെ സഹോദരിയെ വ്യഭിചരിക്കാൻ തുനിയുകയാണ്. ആ രീതിയിൽ മോശപ്പെട്ടതാകുന്ന രീതിയിലേക്ക് ഈ ഉമ്മത്തി എത്തിപ്പെടുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞതായ കാലഘട്ടത്തിലേക്ക് ഇന്ന് നേർക്ക് നേരെ ഈ സമൂഹം എത്തിപ്പെട്ടില്ലയോ, കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തുള്ളതാകുന്ന നാദിറ എന്ന ഉമ്മ സിദ്ദീഖി എന്ന പേരുള്ളതാകുന്ന സ്വന്തം മകനെ കഴുത്ത് നെരിച്ച് കൊന്നുകളയുകയാ. എന്തിനാണ് ചെയ്തത് എന്ന് പോലീസുകാർ ചോദിക്കുമ്പോ ഈ മകന്റെ നോട്ടം ശരിയല്ല, അവന്റെ സ്വന്തം പെങ്ങളാകുന്ന എന്റെ മകളുടെ മേലും എന്റെ ശരീരത്തിലും മോശമായ കണ്ണായിരുന്നു അവനുണ്ടായിരുന്നത്. ലൈംഗികമാകുന്ന താല്പര്യം സ്വന്തം മകളോടും സ്വന്തം പെങ്ങളോടും സ്വന്തം മാതാവിനോടും ഒരു ചെറുപ്പക്കാരൻ നടത്തിയത്രേ. 16 വയസ്സുള്ളതാകുന്ന സഹോദരനെ മാതാവ് തന്നെ കഴുത്ത് നെരിച്ച് കൊന്നുകളയുകയാണ്. 1400 വർഷം മുമ്പ് മുത്തുനബി പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ പുലർന്ന് കാണുകയല്ലയോ? നഊദു ബില്ലാഹ്. ഫമൻ ശരിബഹാ, ഈ മദ്യം നുകർന്നാൽ, ഈ ലഹരി കടിമപ്പെട്ടാൽ, വഖഅല ഉമ്മിഹി, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കാൻ തുനിയുമേ. നബിയുനാ റസൂലുള്ളാഹി 1400 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇന്ന് നമ്മുടെ നാട്ടിൽ പുലർന്നു കാണുന്നു. മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മദ്യം നിരോധനം വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായിട്ടാണ് നിരോധിക്കുന്നത്. ഘട്ടമായി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ചാരത്ത് തന്നു. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ, കള്ളുകുടി ജനങ്ങൾ വല്ലാതെ വ്യാപകമാക്കുകയാണല്ലോ. ജനങ്ങൾ വല്ലാതെ കള്ളുകുടിച്ച് മുന്നേറുന്ന കാലഘട്ടം. ومن ثمرات النخيل والعناب تتخذون منه سكرا ورزقا حسنا.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല മുന്തിരി വള്ളികളിലൂടെ, മുന്തിരി ചാറുകളിലൂടെ നിങ്ങൾ മനോഹരമായ രീതിയിൽ ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുന്ന രീതിയിലുള്ളതാകുന്ന ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. വമിൻ സമറാത്തിൻ നഖീലി വൽഅനാബ്, ഈന്തപ്പഴങ്ങളിലൂടെയും അതിന്റെ ചാറുകളിലൂടെയും മുന്തിരി ചാറുകളിലൂടെയും നിങ്ങൾ ധാരാളം ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. വരിസഖൻ ഹസനാ, നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങളും ഇതിലൂടെ നിങ്ങൾ സംഭരിക്കുകയാണല്ലോ എന്ന് വിശുദ്ധമായ ഖുർആൻ. ആളുകൾ ഇങ്ങനെ അത് കുടിക്കാൻ തുടങ്ങി, വീഞ്ഞുണ്ടാക്കി കുടിക്കുക, പല രീതിക്കുള്ള സാധനങ്ങൾ നല്ലത്. ആരാ? സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം, ഘട്ടം ഘട്ടമായിട്ടാണ് അവരിൽ നിന്ന് കള്ളുകുടി മാറ്റുന്നത്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഘട്ടം ഘട്ടമായി ആളുകൾ ഈ സാധനം നല്ലതുപോലെ മാറ്റി, മുന്തിരി, നല്ല വീഞ്ഞ് ചില ആളുകൾ കൊണ്ടുവന്നിട്ട് വരും, ഉസ്താദേ ശരി കുടിച്ചോ, നല്ല റെഡ് സാധനമാണ്, പക്ക ഐറ്റാണ്, കിക്കൊന്നും ആകത്തില്ല, വിത്തൗട്ട് ആൽക്കഹോളാണ്, അടിച്ചോ, ഇമാമത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല റാഹത്തായിട്ട് ഖിറാത്ത് വരും, ശരിയായിരിച്ച് കുടിച്ചു നോക്ക്. ജനങ്ങൾ ഈ സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുക, എന്നിട്ട് ഇഷ്ടം പോലെ അടിക്കാൻ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചെറുക്കുമാറാവട്ടെ. അങ്ങനെയാണല്ലോ, ചിലരങ്ങനെയുണ്ട്, കാണുന്നതൊക്കെ കള്ളും മറ്റു സാധനങ്ങളൊക്കെ പേര് മാറ്റും, വ്യത്യസ്ത പേരാണ്. കള്ളെന്ന് പേര് പറയൂല, വെറൈറ്റി പേരുകൾ ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതിനൊക്കെ കുടിക്കാൻ. നബി തങ്ങൾ പറഞ്ഞു അങ്ങനെ. അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലയശ്രിബന്ന ഉമ്മതി അൽ ഖമറാ, തീർച്ചയായും ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, അന്ന് എന്റെ സമൂഹം, എന്റെ സമുദായം കള്ളു കുടിക്കുന്നവരാണ് സഹാബ. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, അന്നവർ മദ്യത്തിന് മദ്യമെന്ന് പേര് പറയുകയില്ല, മറ്റേതെങ്കിലും പേര് മാറ്റിയിട്ടവർ വിളിക്കുമത്രേ. എന്നിട്ട് പറയും, ഉസ്താദേ ഇത് കള്ളല്ല, നല്ല സ്വയംഭൻ സാധനമാണ്, കുടിച്ചു നോക്കൂ, കുടിച്ചു നോക്കൂ. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, അതിന്റെ യഥാർത്ഥമാകുന്ന പേര് അവർ മാറ്റുകയാണ്. സാധനം ഒന്നാണെങ്കിലും പേര് മാറ്റി വിളിച്ചിട്ട് അവർ കുടിക്കുകയാണ്, കുടിക്കുകയാണ്. വേറെ ഐറ്റം കൊണ്ടുവന്നിട്ട് ഐറ്റത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. മുമ്പ് കഞ്ചാവ്, ബ്രാൻഡി എന്നൊക്കെ പറഞ്ഞത് മാറ്റി, അത് മാറ്റിയിട്ട് വേറെ സാധനം ഇടുക, മണിച്ചം വാട്ടറിന് വ്യത്യസ്ത പേരിട്ടിട്ട് കുടിക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പെണ്ണുങ്ങളുടെ ഇടയിൽ ഒഴിഞ്ഞ കസേരയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്യണം. ശ്രദ്ധിക്കണേ, അവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉണർത്തുന്നത്. സ്ത്രീകൾക്കിടയിൽ നിങ്ങൾ ആ ഒഴിഞ്ഞ കസേരകൾ, വാളണ്ടിയേഴ്സ്, അവിടെയുള്ള വാളണ്ടിയേഴ്സിൽ ശ്രദ്ധിക്കുക, ഇടയിൽ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ സാധിക്കുമെങ്കിൽ ആ കസേര എടുത്തിട്ട് ബാക്കിയുള്ളവർ കൂടി ഒന്ന് സൗകര്യം ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയും. എല്ലാവർക്കും ഒരു ക്ഷീണം പോലെ, ക്ഷീണമുണ്ടോ? ആചാര്യക്ക് ക്ഷീണമുണ്ടോ? അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. ഇടയ്ക്കിങ്ങനെ നല്ല മീനിന്റെ വണ്ടി പോകുന്നുള്ളതുകൊണ്ട് ചിലരിങ്ങനെ മൂക്കിങ്ങനെ പിടിക്കുന്ന. ശ്രദ്ധിച്ചോണേ, അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. ശ്രദ്ധ ഇവിടെ വരണം കേട്ടോ. എല്ലാവരും അങ്ങനെ നോക്കുക, വണ്ടി ഓരോന്നോരോന്ന് സ്റ്റിക്കർ ഒട്ടിച്ചതാകുന്ന വണ്ടി പോകുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ MVD വരും, അത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക. ഇവിടെ ശ്രദ്ധിക്കല്ലവരും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. അപ്പൊ അതാണ് യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. ഇവിടെ ശ്രദ്ധിക്കുക, പേര് വ്യത്യസ്തമായ പേരുകൾ ഇട്ടുകൊണ്ട് പല പല ബ്രാൻഡുകൾ വിറ്റഴിക്കും, എന്നിട്ടത് കുടിക്കും. ആര് പറഞ്ഞു? ഹബീബ് റസൂലുള്ളാഹി. പേര് മാറ്റാണ്. എന്നിട്ട് പറയും ഇത് ആ സാധനമല്ല, ഇത് വേറെ സാധനമാണ്. സാധനമെല്ലാം ഒന്ന് തന്നെയാണ്, പേര് വ്യത്യസ്തമാക്കും. ഇതൊക്കെ നബിതങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ കള്ളിൽ തന്നെ എത്ര പേരുകളാണ്, എത്ര പേരാണ്! സുബ്ഹാനല്ലാഹ്, വ്യത്യസ്തമായ പേരുകളാണ്, പല സംഭവങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അവിടെ ശ്രദ്ധിക്കണം നമ്മൾ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
പ്രിയപ്പെട്ടതാകുന്ന അനുയായികൾ മുആദ് റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ചില സ്വഹാബത്തും വന്നുകൊണ്ട് മുത്തുനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അഫ്തിനാ അഫ്തിനാ ഫിൽ ഖംരി യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് മദ്യത്തിന്റെ വിഷയത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകണേ റസൂലേ. ഞങ്ങൾക്കൊരു മറുപടി നൽകണം കള്ളിന്റെ വിഷയത്തിൽ. ഇവിടെ ഇരിക്കും, ഇവിടെ വയല് ഇവിടെയാണ്. ഒക്കെ പലരും ഉണ്ടാവും, പല രീതിക്കൊക്കെ പല ആളുകളും വരും. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പല സൈസ് ആളുകൾ വരും. ഏത് സൈസാന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് നിങ്ങൾ തിരിയണ്ട, അള്ളാഹു നമ്മളെ കാക്കട്ടെ. തിരിഞ്ഞാൽ നമ്മളും ആ കൂട്ടത്തിൽ പെട്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കും, ഖുർആൻ ഓതുമ്പോ തിരിക്കാനായിട്ട് ആര് വരും? പലരും വരും. അങ്ങോട്ട് നമ്മൾ തിരിയാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അവൻ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തി ആദരവായ പ്രവാചകനോട് പറഞ്ഞു, അഫ്തിനാ ഫിൽ ഖംരി യാ റസൂലല്ലാഹ്. കള്ളിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു ഫത്വ ഇവിടുന്ന് തരണം, കൃത്യമായൊരു നിർവചനം നൽകണം. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. യസ്അലൂനക അനിൽ ഖമർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇ. പരിശുദ്ധമായ ഖുർആൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ളതായ സ്വഹാബത്ത് ആദരവായ പ്രവാചകന്റെ തിരുചാരത്തെത്തിയിട്ട് കള്ളിന്റെ വിഷയത്തിൽ എന്താണ് ഖുർആൻ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധമായ ഖുർആൻ വചനം ഇറങ്ങുകയാണ്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. നബിയേ തങ്ങളോട് മദ്യത്തെ പറ്റിയും ചൂതാട്ടത്തെ പറ്റിയും ജനങ്ങൾ ചോദിക്കും. നബിയേ തങ്ങൾ അവരോട് പറയേണ്ടത് ഒരൊറ്റ വാക്യം മാത്രമാണ്, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. അതിൽ രണ്ടിലും വലിയ പാതകമാണ്, തെറ്റാണ്. അതിലുള്ള പ്രയോജനത്തെക്കാൾ കൂടുതൽ ദോഷമാണ്. വൈസുമുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. അതിൻ്റെതാകുന്ന പ്രയോജനത്തെക്കാൾ കൂടുതലുള്ളത് ദോഷമാണ്, ദോഷവശമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അത് ദോഷമാണ് എന്ന് മനസ്സിലായി, നല്ലതല്ല, ഗുണമില്ല. പക്ഷെ നിരോധനം വന്നില്ല. അതുകൊണ്ട് തന്നെ ചിലര് കുടിക്കാൻ തുടങ്ങി, ചിലര് നിർത്തി. സ്വഹാബത്തിൽ ചിലര് നിർത്തി, ചിലര് ഈ വാക്യം കേട്ടപ്പോ വീണ്ടും കുടിക്കും. നിരോധനം ഇല്ലല്ലോ എന്നും പറഞ്ഞ് വീണ്ടും കുടിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് രേഖപ്പെടുത്താൻ ചില ആളുകൾ കുടിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി വന്നു. നിസ്കാരത്തിൽ അവർ സൂറത്ത് ഓതിയപ്പോൾ തെറ്റുപറ്റി. നിസ്കരിക്കുന്നതിനെ കള്ളു കുടിച്ചോണ്ട്. അതെന്താ ഉസ്താദെ അങ്ങനെ? ഞങ്ങൾക്ക് കള്ളു കുടിച്ചോണ്ട് നിസ്കരിക്കാൻ വരാൻ പറ്റാത്തത് എന്താ? അത് പിന്നീട് എന്തായി? അതിന് പാടില്ല എന്ന ആയത്തിറങ്ങി. അതിന് മുമ്പുള്ള ഘട്ടങ്ങളാണ് ഈ പറഞ്ഞത്. ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് വരുന്നത്. കാരണം ഒരു കയ്യിൽ മദ്യവും മറുകൈയിൽ സ്ത്രീത്വവുമായി നടക്കുന്നവർ, അഥവാ ശാരീരികമായ ബന്ധത്തിന് സ്ത്രീകളുടെ മാറിടത്തിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന കൗമ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത്രയേറെ മോശമായ സമൂഹത്തിലേക്കാണ് ചെല്ലുന്നത്. കള്ളിനവർ അഡിക്റ്റാണ് മുഴുവൻ ആളുകൾ. ഒരാൾ പോലും അതിൽ നിന്ന് ഒഴിവല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരിൽ നിന്ന് അതിനൊരു മാറ്റം സംഭവിക്കുക പ്രയാസമാണ്. ഘട്ടം ഘട്ടമായിട്ട് മാറ്റം. നിസ്കാരത്തിലെ ചിലര് ഖുർആനിക സൂറത്ത് ഓതി. എങ്ങനെ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ
അഅ്ബുദു മാ തഅ്ബുദൂൻ. അല്ലയോ അവിശ്വാസികളെ, അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെ ആയത്തുള്ളത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ലാ എന്നുള്ള വാക്ക് മാറ്റി, മനഃപൂർവ്വം മാറ്റിയതല്ല, കള്ള് കയറിയിരിക്കാൻ, തലയ്ക്ക് പിടിച്ചിരിക്കുക. അപ്പൊ അർത്ഥം നേരെ തലതിരിഞ്ഞ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയേ തങ്ങൾ പറയണം, അല്ലയോ കാഫിരീങ്ങളെ, അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയണേ പറയണേ. ഇതാണ് യഥാർത്ഥ ആയത്ത്. ഇവർ ഓതിയപ്പോ എങ്ങനെയായി? യാ അയ്യുഹൽ കാഫിറൂന അഅ്ബുദു മാ തഅ്ബുദൂൻ, അവിശ്വാസികളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നു. അപ്പൊ ബിംബങ്ങൾ ആരാധിക്കുന്നു എന്നായി. അർത്ഥം നേരെ തരതിരിഞ്ഞു. ഇമാമത്ത് നിൽക്കുക കാര്യമായിട്ട്. നിസ്കാരത്തിലെ ചിലരുടെ ഓത്തിങ്ങനെ. ഇത് വന്നപ്പോ വലിയ വിഷയമായി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സഹാബത്ത് പരാതിയുമായി കടന്നു വരുകയാണ്. അപ്പോഴാണ് ഖുർആനിക വചനം വീണ്ടും ഇറങ്ങുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ ഹത്താ തഅലമൂ അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ മദ്യം നുകർന്നുകൊണ്ട് നമസ്കാരത്തിലേക്ക് അടുക്കരുതേ. ലാ തഖറബുസ് സ്വലാ വഅൻതും സുകാറാ, മദ്യം നുകർന്നുകൊണ്ട് മതോന്മത്തരായി ഒരിക്കലും നിങ്ങൾ പരിശുദ്ധമായ നമസ്കാരത്തിലേക്ക് കടക്കരുതേ. നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ പരിപൂർണമായി മദ്യം ഒഴിവാക്കി വരണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് നിസ്കാരത്തിൽ ഓതുന്നത്, നിങ്ങൾ എന്താണ് ജനങ്ങളോട് പറയുന്നത്, അതൊന്ന് കൃത്യമായി തിരിയാൻ വേണ്ടി സ്വബോധത്തോടുകൂടി നിങ്ങൾ പള്ളിയിൽ വരണേ. ഒരിക്കലും മദ്യം നുകർന്നുകൊണ്ട് പള്ളിയിലേക്ക് അടുക്കരുതേ. ഈ ആയത്തിറങ്ങിയപ്പോ കുറെ ആളുകൾ വീണ്ടും എന്തൊഴിവാക്കി? കള്ളൊഴിവാക്കി. കാരണം നിസ്കാരം കറക്റ്റ് ആയാൽ തന്നെ ആ നിസ്കാരത്തിൽ കള്ള് ഒഴിവാക്കുക, നിസ്കാരത്തിൽ കറക്റ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തന്നെ എന്തായി? അധിക തെറ്റുകളിൽ നിന്ന് ഒഴിവാകും. അങ്ങനെയാണല്ലോ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും കൃത്യമായുള്ള നമസ്കാരം, 5 വഖത്ത് നമസ്കാരങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ടോ, അതിൻ്റെതാകുന്ന റവാത്തിബുകൾ ശ്രദ്ധിക്കുന്നവരുണ്ടോ, തീർച്ചയായും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുക്തമായ ജീവിതം നയിക്കാൻ ആ നിസ്കാരം കൊണ്ട് സാധിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അവര് എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിവായി നിൽക്കുന്നു, നിസ്കാരം കറക്റ്റ് ആയതുകൊണ്ട്. മറ്റു ചിലർ വീണ്ടും പഴയ പോലെ തന്നെ, ഖുർആനിൽ നിരോധനം വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും എന്തായി? കള്ള് പതുക്കെ അല്പസ്വല്പമൊക്കെ കള്ളു കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കള്ളുകുടിച്ച് ഒരിക്കൽ ബഹുമാനപ്പെട്ടതാകുന്ന സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. പക്ഷെ മദ്യം നിരോധിച്ചിട്ടില്ല, അതുകൊണ്ട് അല്പസ്വല്പമൊക്കെ അടിച്ചു. അങ്ങനെ കള്ളു കുടിച്ചിട്ട് അദ്ദേഹം അൻസാരികളിൽപ്പെട്ടതാകുന്ന ചിലരോട് മോശമായ രീതിയിൽ പെരുമാറി. അവരെ മോശമാകുന്ന രീതിയിൽ, തരം താഴ്ത്തുന്ന രീതിയിൽ കള്ളു കുടിച്ചിട്ട് സംസാരിച്ചു. നിങ്ങൾ വലിയ സംഭവമൊന്നും അല്ല, മുഹാജിരീങ്ങളാണ് വലിയ സംഭവം, ഞങ്ങളാണ് മക്കക്കാരാണ് വലിയ സംഭവം, നിങ്ങൾ വലിയ സംഭവമൊന്നും അല്ല എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്ന വർത്തമാനം പറഞ്ഞു.
ഇങ്ങനെ ആക്ഷേപിക്കുന്ന വർത്തമാനം പറഞ്ഞ അൻസാരികളാകുന്ന മദീനക്കാർക്ക് സഹിച്ചില്ല. അവരിൽ ഒരാൾ കള്ളുകുടിച്ചോട്ടുള്ള വ്യക്തി തന്നെയാണ്. അദ്ദേഹം നല്ലതുപോലെ മുഖത്ത് നല്ലതുപോലെ അടി കൊടുത്തു. നല്ല മുറിവ് പറ്റി വിഷയം വളരെ ഗൗരവമായി. നബി തങ്ങളുടെ അടുക്കൽ ഈ കേസ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട്, നബിയെ, എന്നെ അവരെ അടിച്ചു, മുറിവ് പറ്റിച്ചു. എന്താ കാര്യം? അത് ഞാനിങ്ങനെ മദ്യം നുകർന്നിട്ട് അവരെ കളിയാക്കിയതാ, ആക്ഷേപിച്ചതാ. നബി തങ്ങൾക്ക് വലിയ വിഷമം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കൈയും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്താ ദുആ ഇരുന്നത്? അള്ളാഹു, ഈ മദ്യത്തിന്റെ വിഷയത്തിൽ ഒരു തീർപ്പ് നീ കൽപ്പിക്കണേ അല്ലാ. ഈ ലഹരിയുടെ വിഷയത്തിൽ ഇതിങ്ങനെ നീട്ടി പോകാതെ ഇതിലൊരു ലാസ്റ്റ് തീരുമാനം അവിടുന്ന് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ശാഫിയാ കാഫിയാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ബയ്യിൻ ലനാ ഫിൽ ഖംരി ശാഫിയൻ കാഫിയാ. ഞങ്ങൾക്ക് എന്നെന്നും മതിയാകുന്നതായ ഒരു ലാസ്റ്റ് വാണിംഗ് ഈ വിഷയത്തിൽ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് കൈ താഴെ വെക്കേണ്ട താമസം നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്, നൽകുകയാണ്. എന്നേക്കുമായി ലഹരി പരിപൂർണമായി തുടച്ചു നീക്കാനുള്ള നിർദ്ദേശവുമായ ഖുർആൻ വരുകയാണ്. സൂറത്തുൽ മാഇദ എന്ന് മറിച്ചു നോക്കണേ മുസ്ലിമേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജുസും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم മുൻതഹൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം എന്നേക്കുമായി നിർത്തലാക്കുന്നതായ വചനമിറക്കുകയാ. അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം. കോലുകൾ കൊണ്ടുള്ളതായ പ്രശ്നം വെക്കലും ഈ പ്രതിഷ്ഠകളും ഈ ചൂതാട്ടവും ഈ മദ്യം നുകരലുമെല്ലാം പിശാചിന്റെ ദുർവൃത്തിയാണ്. ഫജ്തനിബൂ, നിങ്ങളതിനെ പരിപൂർണമായി ഒഴിവാക്കണേ, നിങ്ങളതിനെ പരിപൂർണമായി ഒഴിവാക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. എത്രയെത്ര സംഭവങ്ങളാണ് നമുക്ക് എടുത്ത് കാണിക്കാനുള്ളത്. കേട്ടില്ലേ നിങ്ങൾ, പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരി എന്ന് പറയുന്നതായ പ്രദേശത്ത് പ്രിയപ്പെട്ടതാകുന്ന പാവപ്പെട്ടതാകുന്ന രണ്ട് സഹോദരിമാരെ നരബലി നടത്തിയത് കേട്ടില്ലയോ? അതിന് നേതൃത്വം നൽകിയിരുന്നതായ ആളുകൾ ഷാഫി എന്ന് പറയുന്ന വ്യക്തിയും ഫഗൽ സിംഗുമെല്ലാം ധാരാളം മദ്യം നുകരുന്നതായ വ്യക്തികളാണ്, ലഹരിക്കടിമപ്പെടുന്നതായ വ്യക്തികളാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ.
തീർച്ചയായും ഈ മദ്യം നുകരലും ഈ ചൂതാട്ടവും ഈ പ്രതിഷ്ഠ വെക്കലുമെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ്. മോശമായ പ്രവണതകളാണ്. അത് പിശാചിൻ്റെതാകുന്ന ശൈലിയാണ്. അത് നിങ്ങൾക്ക് ചേർന്നതല്ല മുഅ്മിനേ. ഫജ്തനിബൂ, നിങ്ങൾ സത്യവിശ്വാസികൾ അതിൽ നിന്ന് പരിപൂർണമായി ഒഴിവാകണേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ യഥാർത്ഥ വിജയികളാകണോ. നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ നിർബന്ധമാണ്. ഖുർആൻ 1400 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് നമ്മൾ പുലർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. പെരുമ്പാവൂർ സ്വദേശിയാകുന്ന ഷാഫി എന്ന സഹോദരൻ സിനിമയിൽ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് 2 സ്ത്രീകളെ, റോസിലി, പത്മ എന്ന് പേരുള്ളതാകുന്ന 2 സഹോദരിമാരെ കൊണ്ടുപോയി ഭഗത് സിംഗ് എന്ന് പറയുന്നതാകുന്ന മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്തനംതിട്ടയിലെ ഇലന്തൂരിലുള്ള അദ്ദേഹത്തിൻ്റെതാകുന്ന തിരുമലശാലയിൽ കൊണ്ടുപോയിട്ട് അവരുടെ മാറിടം മുറിച്ചു മാറ്റുന്നു, കഴുത്ത് മുറിച്ചു കളയുന്നു. ആ കുടുംബത്തിലുള്ളതാകുന്ന ഭഗത് സിംഗിന്റെ ഭാര്യ ലൈലയെ കൊണ്ടും അത് ചെയ്യിക്കുന്നു. എന്നിട്ട് അവരുടെ കഴുത്തിലൂടെയും മാറിടത്തിലൂടെയും ഒക്കെ ഒലിച്ചിറങ്ങുന്ന രക്തം അവരുടെ യോനിയിലൂടെ താഴേക്ക് വരുമ്പോൾ അതൊരു പ്ലേറ്റിലെടുത്തിട്ട് അതുകൊണ്ട് പൂജാക്രമങ്ങൾ നടത്തുന്നു, നരബലി നടത്തുന്നു. 30 കഷ്ണങ്ങളാക്കി, വേറൊരു പത്ര റിപ്പോർട്ട് പ്രകാരം 50 കഷ്ണങ്ങളാക്കി വീടിൻ്റെതാകുന്ന പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? ഇതെവിടുത്തെ കാര്യം? മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ അല്ല, കേരളത്തിൽ നടക്കുന്ന സംഭവം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതിൽ പിടിക്കപ്പെട്ടതാകുന്ന ഷാഫി എന്ന 1-ാം പ്രതി, അദ്ദേഹം പല കേസുകൾ, പല ബലാത്സംഗ കേസുകളിലും ലഹരി കച്ചവടം നടത്തുന്ന കേസുകളിലൊക്കെ പ്രതിയാണ്. അപ്പൊ അത്തരത്തിലുള്ളതാകുന്ന വിഷയങ്ങൾ മറ്റുള്ളവർ കൂടി കലർത്തി കൊടുത്തിട്ട് അവരെയും അത്തരത്തിൽ പ്രേരിപ്പിക്കാൻ. മുമ്പ് അവിടെ ഒന്ന് തിരുമാൻ പോയി. നല്ല വൈദ്യനായിരുന്നു ഈ വീട്ടുകാരനാകുന്ന ഭഗത് സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ. പാരമ്പര്യമായിട്ട് വലിയ കുടുംബ പശ്ചാത്തലമുള്ള വ്യക്തി. പത്തനംതിട്ടയിലെ ഇലന്തൂര് വലിയതാകുന്ന ആഞ്ഞിലിമൂട്ടിൽ വലിയ തറവാട്ടിൽ തുറന്ന മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെയുമാകുന്ന ചാനൽ തിരുമാൻ പോയതിലൂടെ മനസ്സിലായി തൻ്റെ കൂടെ കൂട്ടാൻ കൊള്ളുന്ന വ്യക്തിയാണ്. 2 സ്ത്രീകളെ കൊണ്ടുവന്നു. 2 പേരെയും സിനിമയുടെ പേരിലാണ് കൊണ്ടുവന്നത്. 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് കൈയും കാലും ബന്ധിപ്പിച്ച് കെട്ടിയിട്ടിട്ട് അവരുടേതാകുന്ന കഴുത്ത് മുറിച്ചു കളയുന്നു. കഴുത്ത് മുറിച്ചു മാറ്റുന്നു, മാറിടം മുറിച്ചു മാറ്റുന്നു, ശരീരത്തിന്റെ അവയവങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് വെട്ടി നുറുക്കുന്നു. എന്താണ് സഹോദരൻ? കാക്കുമാറാവട്ടെ. ഫജ്തനിബൂ, നിങ്ങൾ തീർച്ചയായും ഇത്തരത്തിലുള്ള നീചവൃത്തങ്ങൾ ഒഴിവാക്കണേ. നിങ്ങൾ തീർച്ചയായും വിജയിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംർ ويصدكم عن ذكر الله وعن الصلاة. തീർച്ചയായും ഈ മദ്യവും ചൂതാട്ടവും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടെന്നറിയുമോ? പിശാച് നിങ്ങളെ ഈ ദുർവൃത്തിയിലൂടെ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ, നിങ്ങൾക്കിടയിൽ ശത്രുതാ മനോഭാവത്തെ വളർത്തുകയാണ്. നിങ്ങൾക്ക് ദേഷ്യം, ക്രോധത്തെ വളർത്തുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന മക്കൾ, ആധുനിക മക്കൾ ഒക്കെ വളരെ വലിയ ദേഷ്യത്തിന്റെ അഹിലുകാരാണ്. പെട്ടെന്ന് തന്നെ വാപ്പയുടെ ദേഷ്യം പിടിക്കുക, ചൊടിക്കുക, ഉമ്മയുടെ ദേഷ്യം പിടിക്കുക. ഇന്നത്തെ ആധുനിക തലമുറയിലെ മക്കളുടെ അവസ്ഥ നമുക്കറിയാം. വീട്ടിലെത്തി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. അവന് ഓരോരുത്തർക്കും സെപ്പറേറ്റ് റൂം നമ്മൾ കൊടുക്കുന്നു. ആ റൂമിലേക്ക് പിന്നീട് വാപ്പ ഉമ്മ 10 മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ 5 മണിക്കൂർ കഴിഞ്ഞ് മകളോ മകനോ റൂമിൽ കയറിയിട്ട് എന്തെടുക്കാണെന്ന് നോക്കാൻ വേണ്ടി കതക് തുറന്നാൽ ഉടനെ വാപ്പയോടും ഉമ്മയോടും ദേഷ്യം പിടിക്കുന്ന മക്കളാണ്. ഭക്ഷണം കഴിക്കാൻ മാത്രം അവൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇറങ്ങി വരും. ചിലപ്പോൾ ഭക്ഷണം ഒന്നും വേണ്ടില്ല, ചിലപ്പോൾ വന്ന് നല്ലതുപോലെ കഴിക്കും. സമയം തെറ്റിയിട്ടുള്ള ഭക്ഷണക്രമം.
അനാവശ്യമായി റൂം അടച്ചുകൊണ്ട് അവൻ അതിൽ തന്നെ നിലകൊള്ളുന്നു. എത്രയെത്ര ചെറുപ്പക്കാർ ലഹരിക്കടിമപ്പെടുന്ന എത്ര ആളുകളാണ് നമ്മുടെ ജില്ലകളിൽ തന്നെ അധികമായി. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. 5ാം ക്ലാസ്സും 10ാം ക്ലാസ്സും +1-നും +2-നും BA-ക്കും ഒടുക്ക് പഠിക്കുന്നതാകുന്ന മക്കളൊക്കെ ലഹരിക്കടിമപ്പെടുന്ന കാലഘട്ടം. 100-ൽ 46% വരുന്നതാകുന്ന മക്കളും ലഹരിക്കടിമപ്പെട്ടു എന്നാണ് പുതിയ കണക്ക് പ്രകാരം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 16% ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണ്. പുകയില ഉൽപ്പന്നങ്ങൾ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടേതാണ് ഇവിടെ ഉപയോഗിച്ചു തീർക്കുന്നത്. ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ. കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ വിഭിന്നമായി വിദ്യാഭ്യാസ വിഷയത്തിൽ, സാക്ഷരത വിഷയത്തിൽ ഒന്നാമതാണ്. സാമ്പത്തിക വിഷയത്തിലുമൊക്കെ ഒന്നാമതാണ്. എല്ലാ തലത്തിലും നമുക്ക് ഉയർച്ചയുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടേതാകുന്ന ഭാഗത്തേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. പഞ്ചാബും ഹരിയാനയെക്കാളും ഒക്കെ കൂടുതലായി ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടുകാരാണ്, കൊച്ചു കേരളക്കാരാണ്. മനസ്സിലാക്കണം. മറ്റു സംസ്ഥാനങ്ങളല്ല, നമ്മുടെ സംസ്ഥാനമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി കുടിച്ചു തീർക്കുകയും മദ്യം നുകരുകയും. മദ്യം എന്നുള്ള പേരല്ലല്ലോ ഖുർആൻ പറഞ്ഞത്, ഖംർ എന്നാണ് പദമാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നമൽ ഖംർ. ഖംർ എന്ന പദത്തിനർത്ഥം മറയ്ക്കുക എന്നാണ്. സ്വബോധത്തെ മറയ്ക്കുന്ന സാധനം, സ്വബോധത്തെ മറയ്ക്കുന്നത്, അതെന്തും അതിൽപ്പെട്ടത് തന്നെയാണ്. മദ്യവുമായി ബന്ധപ്പെട്ട, ലഹരിയുമായി ബന്ധപ്പെട്ട ഏതെല്ലാം സാധനങ്ങളുണ്ടോ, ബ്രൗൺ ഷുഗർ, ഹഷീഷ്, മയക്കുമരുന്നിൻ്റെതാകുന്ന സാധന സാമഗ്രികൾ, LSD എന്ന് പറയുന്നതാകുന്ന ചെറിയ സ്റ്റാമ്പിന്റെ രൂപത്തിലുള്ള സാധനം നാക്കിന്മേൽ ഒട്ടിച്ചു വെച്ചാൽ 3-4 മണിക്കൂർ ഉന്മാദത്തിലാകും, നല്ല ആനന്ദത്തിലാകും. MDM എന്നറിയപ്പെടുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നം നാവിനടിയിൽ വെച്ചാൽ 12-16 മണിക്കൂർ വരെ അവൻ നിന്നുകൊണ്ട് നൃത്തം ചെയ്യും. എത്ര മണിക്കൂർ വേണമെങ്കിലും, 16 മണിക്കൂർ വരെ നിന്നുകൊണ്ട് ആള് നല്ലതുപോലെ തുള്ളിച്ചാടി. പാർട്ടികളിലൊക്കെ, നിശാ പാർട്ടികളിലൊക്കെ യഥേഷ്ടം ഉപയോഗിക്കുന്നത് ചെറുപ്പക്കാരിതാൻ. മണിക്കൂറുകളോളം നിന്നുകൊണ്ട് പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകളുമൊക്കെ, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളും അടക്കം ക്യാമ്പസുകൾ പഠിക്കുന്നതാകുന്ന അവരെല്ലാവരും ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങുകൾക്ക് അടിമപ്പെട്ടു പോയി എന്നുള്ളത് വസ്തുതയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖുർആൻ പറഞ്ഞത് എത്ര ശരിയാണ്. ലഹരി ഉപയോഗിക്കുന്നതാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സ്വഭാവ വ്യതിചലനം, അവർ വളരെ ദേഷ്യപ്രകൃതമുള്ളവരായിരിക്കും. പാപ്പയോടും ഉമ്മയോടുമൊക്കെ വളരെ കടുത്ത ദേഷ്യം, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വളരെ ദേഷ്യപ്പെടുന്ന പ്രകൃതം. മാത്രമല്ല, വാപ്പയും ഉമ്മയും വരെ ശത്രുതാ മനോഭാവത്തോടുകൂടി കാണുന്ന പ്രകൃതം. ഇത് ലഹരി ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുമെന്ന് 1400 കൊല്ലം മുമ്പ് തന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതാണ്. അതിന്ന് നമ്മുടെ മക്കളിൽ നല്ലതുപോലെ കണ്ടുവരുന്നു. വിദ്യ നുകരാൻ വേണ്ടി പറഞ്ഞുവിട്ട മക്കളുടെ തന്നെ സ്വഭാവങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. കാരണം അവന് കൂട്ടുകാരൻ കൊടുത്തതാകുന്ന സിഗരറ്റിന്റെ ബഫിന്റെ വലി വല്ലാതെ കൂടി വരുമ്പോൾ അവന്റെ സ്വഭാവത്തിൽ ദൂഷ്യമുണ്ടാവുകയാണ്. ഒരു രസാനുഭൂതിക്ക് വേണ്ടി ഒരു ദിവസം തുടങ്ങി വെച്ചതാണ് ഈ പ്രവണത. പിന്നെ അത് നിർത്താൻ സാധിക്കുന്നില്ല. ഒരൽപ്പം കള്ളു കുടിച്ചത് കൂട്ടുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്. ഛർദിച്ചു, വിഷമമുണ്ടായി, പിന്നീട് ആഴ്ചയിൽ ഒരു ദിവസമായി, പിന്നീട് അത് ദിനേനയായി, പിന്നീട് അവന് ജീവിതത്തിൽ ഒഴിക്കാൻ പറ്റാത്ത കൂടപ്പിറപ്പായി. പലർക്കും ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം എത്തിപ്പെട്ടു. ഇത് വസ്തുതയാണ്. നമ്മുടെ ജില്ലകളിൽ തന്നെ എത്രയോ ആളുകൾ ഈ പ്രയാസത്തിന് അഡിക്റ്റായി നിലകൊള്ളുന്ന എത്ര കുടുംബങ്ങളുണ്ട്, എത്ര രക്ഷിതാക്കളാണ് വേദനയോടുകൂടി ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എത്രയോ ഉന്നതമാകുന്ന കുടുംബത്തിലുള്ള, നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്ന എത്രയോ ഉന്നതമാകുന്ന കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾ, നല്ല സ്റ്റാറ്റസിൽ ജീവിക്കുന്നതാകുന്ന വക്താക്കൾ പോലും സ്വന്തം മക്കളുടെ വിഷയം വരുമ്പോൾ കരഞ്ഞുകൊണ്ട് ഉലമാക്കളെ സമീപിച്ച് എൻ്റെ മകൻ ഡ്രഗ്സിന് അടിമപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ മകൻ മാരകമാകുന്ന ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്, ഉസ്താദ് സൂചിപ്പിച്ചതാകുന്ന MDMA എൻ്റെ മകൻ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ അനുസരിക്കുന്നില്ല, എന്നെ തൃണവൽഗണിക്കുകയാണ്, വീട്ടിൽ എന്നെ പിടിച്ച് അടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉമ്മമാർ ധാരാളം പരാതികൾ, എത്രയോ പരാതികളാണ് ഈ വിനീതനടക്കം ഉസ്താദുമാരോട് ഈ നാട്ടിലുള്ള ഉമ്മമാർ, സഹോദരന്മാർ പങ്കുവച്ചിട്ടുള്ളത്.
നമ്മൾ അറിയുന്നില്ല നമ്മുടെ വീടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വലിയ വിപത്താണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റബിൽ ഖമറാ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, സ്വഹാബ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ, കള്ളു കുടിക്കരുതേ, ലഹരി നുണയരുതേ, സ്വബോധത്തെ മറക്കുന്ന ഏത് വസ്തുവും ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, കുല്ലു ഖംറിൻ മുസ്കിറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ സ്വബോധത്തെ മറക്കുന്നതും അത് മുസ്കിറാണ്, മുസ്കിറാണ്, മുസ്കിറാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്. എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരിമാരാണ് അത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങളിലേക്ക് പെട്ടുപോയിട്ടുള്ളത്. മക്കളെ പഠിക്കാൻ വിടുന്ന വിദ്യാർത്ഥികളില്ലേ, ഹോസ്റ്റലുകളിലേക്കും ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുന്നവരെ, മക്കൾ മോശമാകുന്ന പ്രവണതയിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ക്യാമ്പസിൽ പഠിക്കുന്ന മക്കൾ, ഹോസ്റ്റൽ സൗകര്യമുള്ള മക്കൾ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒന്നിച്ച് ദിനേന മദ്യപിക്കുന്നതായ ആളുകളായി മാറിയില്ലയോ, മാറിയില്ലയോ? കൂട്ടുകാരികളുമായി ഷെയർ ചെയ്തിട്ട് കള്ളു കുടിക്കുന്നതാകുന്ന മുസ്ലിം അംഗമാരെ, സഹോദരിമാരെ പോലും ക്യാമ്പസുകൾ നമ്മൾ കണ്ടില്ലയോ? പരസ്യമായി ഇൻസ്റ്റഗ്രാമിലും പരസ്യമായി ഫേസ്ബുക്കിലും അത്തരത്തിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ പോലും ഷെയർ ചെയ്താൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത മുസ്ലിം സഹോദരിമാരായി ആധുനിക നവതലമുറയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയില്ലയോ? അവിടെയല്ലേ BTICയുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ കുറിച്ച് അഭിമാനം നമുക്ക് കൊള്ളാനുള്ളത്. അൽഹംദുലില്ലാഹ്, പഠിപ്പിക്കുന്ന പ്രിൻസിപ്പൽ ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി, ഉസ്താദേ 5 ലക്ഷത്തോളം സലാത്തുകൾ പോലും ചെല്ലു തീർത്തതാകുന്ന സഹോദരിമാർ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ആദരവായ പ്രവാചകനോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുവാനും, പരിശുദ്ധമായ നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട്, ഇബാദത്തുകൾ കണിശത വെച്ചുകൊണ്ട്, ആത്മീയമായ അന്തരീക്ഷത്തിലൂടെ ബാഫക്കി തങ്ങളുടെ തർബിയത്തിലൂടെ വിദ്യാഭ്യാസം നുകരാൻ നമ്മുടെ മക്കൾക്ക് സാധിച്ചില്ലയോ, സാധിച്ചില്ലയോ? ഇതേ പ്രായത്തിൽ തന്നെ പ്ലസ് 2 പഠിക്കുന്നതാകുന്ന എത്രയോ മക്കൾ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? മോശമാകുന്ന സിനിമകൾ കണ്ടുകൊണ്ടും സീരിയൽ ദർശിച്ചുകൊണ്ടും ഹറാമാകുന്ന ഫനായും ഫസാദും കാതിലൂടെ കേട്ടുകൊണ്ട് നിലകൊള്ളുന്നവരല്ലയോ? ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളുടെ കാതിൽ ഹെഡ്സെറ്റ് ആണ് സദാസമയവും കേട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ പാട്ടുകളാണ്, സിനിമാ പാട്ടാണ്. ഖുർആനിക വചനം ഇന്ന് വരെ കേൾക്കാത്തതാകുന്ന കാതുകളാണ്, മലീമസമാകുന്ന കാതുകളായി മുസ്ലിം അംഗമാരുടെ കാതുകൾ മാറിയില്ലയോ, മാറിയില്ലയോ? ബസ്സിൽ പോയാലും ട്രെയിനിലൂടെ യാത്ര ചെയ്താലും ഏത് കാർ എടുത്താലും ഏത് വാഹനം പുതുതായി വാങ്ങിയാലും അതിലെല്ലാം അശ്ലീല പാട്ടുകൾ, DJ പാട്ടുകൾ ഇട്ടുകൊണ്ട് മോശമാകുന്ന അന്തരീക്ഷത്തിലേക്ക് പുതിയ തലമുറ മാറ്റപ്പെട്ടില്ലയോ? ഖുർആൻ കേൾക്കാൻ തയ്യാറാവാത്ത മക്കളായി, ദിക്ർ ചൊല്ലാൻ തയ്യാറാവാത്ത മക്കളായി, ആദരവായ പ്രവാചകന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ തയ്യാറാത്ത മക്കളായി, മോശപ്പെട്ട സിനിമകൾ കാണാനും സീരിയൽ ദർശിക്കാനും സമയങ്ങളെ ചെലവഴിക്കുന്നവരല്ലയോ? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരൊരുവൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടോ, ഫലാ യശ്റബിൽ ഖമറ, അവൻ ഈ ബുദ്ധിയെ മറക്കുന്ന ലഹരി ഉൽപ്പന്നം കുടിക്കരുതേ, കഴിക്കരുതേ, ഭുജിക്കരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ
ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഒരു മുഅ്മിൻ പോലും ഫലാ യശറബ് അലാ ഫലാ യഖൂദു അലാ മാഇദത്തിൻ യുശറബു ഫീഹൽ ഖംറു, കള്ള് ഒഴിച്ചു കൊടുക്കപ്പെടുന്ന ഒരു ബാർ ഹോട്ടലിലേക്ക് അവൻ പോകരുത്, ഇരിക്കരുതേ, അവൻ അവിടെ പോയി സമയം ചെലവഴിക്കരുത് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി. വലിയ വലിയ ബാർ ഹോട്ടലിന്റെ ഷെയർ ചേർന്നിട്ടുള്ള മുതലാളിയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ ബാർ ഹോട്ടലിലൊന്ന് പോവാ. സാധനം ഞാൻ കള്ളു കുടിച്ചിട്ടൊന്നുമില്ല, ഞാൻ അവിടെ പോയി കുറച്ചേരം ഇരിക്കാൻ. കുറച്ച് കളികളുണ്ട്, ഞങ്ങളുടേതായ ചില കളികൾ ഞങ്ങൾ അവിടെ പോയി കളിച്ചിട്ടിങ്ങ് വരും. അല്ലാതെ ഞങ്ങൾ ആരും കള്ളു കുടിക്കലില്ല. അവിടെ പോയി ഇരിക്കരുത്. ഫലാ യഖഉദു അലാ മാഇദത്തിൻ യുശ്റബു ഫീഹൽ ഖംറു, കള്ള് ഒഴിക്കപ്പെടുന്നതാകുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക പോലും അരുത്. ഹബീബ് റസൂലുള്ളാഹി അവിടെ പോകാൻ പാടില്ല. ഇപ്പൊ ഇന്ന് യൂട്യൂബ് മാധ്യമം വഴി പലരും പല കള്ള് ഷാപ്പുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല കൊടംപുളി ഇട്ട് വരട്ടിയതാകുന്ന മീൻകറി, ആവോലിക്കറി ഇവിടെ കിട്ടും. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ഹാജിയാർ അവിടെ പോയിട്ട് പതുക്കെ നിസ്കാരം കഴിഞ്ഞ് അവിടെ പോയി ഷാപ്പിന്റെ ശരിയും കഴിച്ചു. ബിസ്മില്ലാഹ് പറ്റൂല, പോകാൻ പാടില്ല. അതാണ് പറഞ്ഞത്. നല്ല കുരുമുളകിട്ട് വറ്റിച്ചതാകുന്ന പോത്തിൻ്റെതാകുന്ന കാല് അവിടെ കിട്ടും ബാർ ഹോട്ടലിൽ. അത് വാങ്ങാൻ വേണ്ടി ഹാജിയാര് പോവാ. നല്ല റാഹത്ത്, നല്ല സാധനം ഉസ്താദേ, സൂപ്പർ സാധനമാണ്. ഒരു സാധനം നീ അവിടെ പോണ്ട. ഫലാ യശ്റബ് ഫലാ യഖഉദു അലാ മാഇദത്തിൻ യുശ്റബു ഫീഹൽ ഖംറു, കള്ളു ഒഴിച്ചു കൊടുക്കപ്പെടുന്നതായ ഒരു ബാർ ഹോട്ടലിൽ, ഒരു ഷാപ്പിൽ നീ പോകരുത്. ഹബീബ് റസൂലുള്ളാഹി. ഇതൊക്കെ 1400 കൊല്ലം മുമ്പ് നബി നമ്മുടെ നാട്ടിലേക്ക് നോക്കി പറഞ്ഞതുപോലെ ഉണ്ട്. കാരണം എന്താ, നമ്മുടെ കൗമെല്ലാം ഇപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് തപ്പിപ്പിടിക്കുന്നത്. എന്താ ഹാജിയാരെ ഇവിടെ ബാറുണ്ടല്ലോ, ഇവിടെ സാധനം നമ്മൾ കണ്ടുപിടിച്ചൊന്നുമില്ല. ഇവിടെ നല്ല കൊടംപുളി ഇട്ട് പുരട്ടിയ നല്ല സാധനമുണ്ട്, വേണം ഉസ്താദിന് 2 പാക്കറ്റ് വാങ്ങിച്ചു തരാം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് ഇന്നത്തെ തലമുറയിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖമറ ബിന്നഹാർ ളല്ല മുശ്രികാ വമൻ ശരിബ ബില്ലൈൽ ബാത മുശ്രികാ ബാത മുശ്രികാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരുവനെ പകലിൽ ഇത് മോശമാകുന്ന ചുറ്റുപാടാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ലഹരിക്കടിമപ്പെടുന്നതാകുന്ന ഈ വാക്കളില്ലയോ, നേരം വെളുക്കുമ്പോൾ തന്നെ ബീവറേജിന്റെ മുന്നിൽ ബീവറേജ് തുറക്കുന്നതിന് മുമ്പ് ക്യൂ നിൽക്കുന്ന ആളുകളില്ലയോ, രാവിലെ തന്നെ 2 എണ്ണം അടിച്ചിട്ടില്ല എങ്കിൽ കൈ വിറയ്ക്കുന്നതായ എത്രയെത്ര ചെറുപ്പക്കാരാണ്, മുസ്ലിം സഹോദരങ്ങളാണ്, എത്രയോ മുസ്ലിം സഹോദരിമാരാണ് ഇന്നലത്തെ കെട്ടുവിട്ടിട്ടില്ല എന്നിട്ട് പോലും വീണ്ടും മദ്യപിക്കാൻ അതിനോട് ആസക്തിയുള്ളതായ ആളുകളില്ലയോ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, മനുഷ്യരിബൽ ഖമറ ബിന്നഹാർ, പകലിൽ ലഹരി നുണയുന്നവരെ, മദ്യം കുടിക്കുന്നവരെ, വല്ല മുശ്രികാ, നീ അവിശ്വാസിയായിട്ടുണ്ട് എന്ന വസ്തുത അറിയാതെ പോകരുതേ, പോകരുതേ. കാരണം മദ്യം നുകരുമ്പോൾ തന്നെ അവന്റെ ഈമാൻ ഉരപ്പെട്ടു പോയാണ്. വമൻ ശരിബൽ ഖമറ ബില്ലൈൽ, ആദരവായ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, ആരൊരുവന് രാത്രിയിൽ മദ്യപിക്കുന്നവരുണ്ടോ, കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് മദ്യപാനം തുടർച്ചയായി കൊണ്ട് നടക്കുന്നവരുണ്ടോ, മാരകമാകുന്ന MDMA ആകട്ടെ, LSD ആകട്ടെ, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളാകട്ടെ, ഏത് സാധനമായിരുന്നാലും രാത്രിയിൽ കൂട്ടുകാരും ഒന്നിച്ചിരുന്നു കൊണ്ട് കള്ള് കുടിക്കുന്നവരെ, ക്രിസ്മസിന്റെ രാവുകളിൽ, ന്യൂ ഇയറിന്റെ രാവുകളിൽ, ഓണത്തിന്റെ രാവുകളിൽ പല പല ആഘോഷങ്ങളുടെ പേര് പറഞ്ഞ്, വാപ്പ മരിച്ചതിന്റെ സങ്കടത്തിന്റെ മുഹൂർത്തമാണെന്ന പേര് പറഞ്ഞ്, ഉമ്മയുടെ അടിയന്തരമാണെന്നുള്ള പേര് പറഞ്ഞ് കള്ളു കുടിക്കാൻ വേണ്ടി തുനിയുന്നതായ ചെറുപ്പക്കാരാ സഹോദരാ, ഞായറാഴ്ച ദിവസമാണ്, ഇന്നാരുമില്ല, ഒരാളും കാണാനില്ലെന്ന് പറഞ്ഞ് റൂമിന്റെ അകത്തളങ്ങളിരുന്നു കൊണ്ട്, ഹോസ്റ്റൽ റൂമുകളിരുന്ന്
കുപ്പി പൊട്ടിക്കുന്ന പെങ്ങളെ അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം വേണേ. നീ മനസ്സിലാക്കണം. റസൂലുള്ള പറയുകയാണ്, വമൻ ശരിബൽ ഖമറ ബില്ലൈൽ, രാത്രിയിൽ ആരൊരു മദ്യപിക്കുന്നുണ്ടോ ബാത മുശ്രിക്കാ, നീ കടന്നു ഉറങ്ങുന്നത് അവിശ്വാസിയായിട്ടാണ്, ഈമാനില്ലാതെയാണ് പോകുന്നതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകൻ പറഞ്ഞില്ലയോ, ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖമറ ഹീന യശ്രിബു വഹുവ മുഅ്മിൻ. പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, കള്ളു കുടിക്കുന്നവൻ അവൻ കള്ളു കുടിക്കുന്ന സന്ദർഭത്തിൽ അവന് ഈമാനില്ല. ആദരവായ പ്രവാചകൻ പറയുകയാണ്, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഖമീസ് തലവഴി ഊരി കാണിച്ചിട്ട് പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഈ രീതിയിൽ ഇട്ടിരിക്കുന്നതായ നീളക്കുപ്പായം തലവഴി ഊരി കാണിച്ചിട്ട് മുത്തുനബി പറയുകയാണ്, സഹാബാ ഞാൻ ഈ ഖമീസ് തലവഴി ഊരിയതുപോലെ കള്ളു കുടിക്കുന്നവന്റെ ഈമാൻ ഊരപ്പെട്ടു പോകുമേ സാബാ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. അല്ലാഹു നൽകിയിരിക്കുന്ന ഹിദായത്ത് എന്ന വെളിച്ചം അത് നീ കെടുത്തി കളയല്ലേ സോദരാ. കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സോദരി, അല്ലാഹു നിനക്കൊരു ആത്മീയ പ്രഭ നൽകിയിട്ടുണ്ട്. നിന്റെ വാപ്പയും ഉമ്മയും സുന്നിയാണ്, ഇബാദത്തുകൾ കണിശത വെച്ചവരാണ്, നോമ്പുകൾ നോറ്റ് വീട്ടിയവരാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടിയവരാണ്, പാവങ്ങളുടെ കണ്ണീരപ്പിയവരാണ്, നിരാലംബര കവലംബമായവരാണ്, നിരാശർക്ക് ആശ്രയത്വം കൊടുത്തവരാണ്. ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി അതായി പള്ളിയിൽ നിസ്കരിച്ച വാപ്പയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുവെടുത്തുകൊണ്ട് വീട്ടിനകത്തളങ്ങളിൽ തന്നെ അവ്വൽ വഖത്തിൽ നമസ്കാരം നിർവഹിച്ച ഉമ്മയാണ്. ആ മാതാവിനെയും പിതാവിനെയും പറയിപ്പിക്കുന്ന പ്രവർത്തനം നിന്നിലുണ്ടാവരുതേ. നിന്റെ മോശമാകുന്ന പ്രവണതയെ നീ മാറ്റണം. കള്ളുകുടിയെ നീ ഒഴിവാക്കണം. മോശപ്പെട്ട കൂട്ടുകാരെ നീ ഒഴിവാക്കണം. കാരണം ആഖിറത്തിൽ നിന്നെ രക്ഷിക്കാൻ ഒരു കൂട്ടുകാരനും കടന്നു വരുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന് തുണയാവുകയില്ലത്രേ. ഈ ദുനിയാവിൽ നിനക്ക് കള്ള് വാങ്ങിച്ചു തന്നവനാണ്, ഈ ദുനിയാവിൽ നിനക്ക് സിഗരറ്റ് വാങ്ങിച്ചു തന്നവനാണ്, ഈ ദുനിയാവിൽ നിന്നെ ലഹരിയുടെ പാഠം പഠിപ്പിച്ചു തന്നവനാണ്. ഈ ദുനിയാവിൽ ഏത് നിലയ്ക്ക് കടയിൽ നിന്ന് വാങ്ങണം, എങ്ങനെയാണ് ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കേണ്ടത്, എങ്ങനെയാണ് ബാഗിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കേണ്ടത്, എവിടെ ഇരുന്നാണ് കുടിക്കേണ്ടത്, എങ്ങനെയാണത് കുടിക്കേണ്ടത്, ഏത് രീതിയിലാണ് സിഗരറ്റ് പിടിക്കേണ്ടത്, എങ്ങനെയാണത് വലിക്കേണ്ടത്, ഏത് രീതിയിൽ ഇരുത്തി വലിച്ചാലാണ് മൂക്കിലൂടെ പുക വിടാൻ സാധിക്കുക, ഏത് രീതിയിൽ ഇരുത്തി വലിച്ചാലാണ് അത് റൗണ്ട് ചെയ്തുകൊണ്ട് പുക പുറത്തേക്ക് വിടുക തുടങ്ങി നിന്നെ ആദ്യ ബാലപാഠ പഠിപ്പിച്ചവനില്ലയോ? ഒരാൾ പോലും നിനക്ക് മഹ്ശറയിൽ തുണ വരുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഈ ദുനിയാവിൽ നിന്നെ തെറ്റുകളിലേക്ക് കൊണ്ടുപോയവൻ, നിന്നെ സിനിമാ ടാക്കീസിലേക്ക് കൊണ്ടുപോയവൻ, നിന്നെ തിയേറ്റർ പരിചയപ്പെടുത്തിയവൻ, നിന്നെ വിചാരശാലകളിൽ കൊണ്ടുപോയവൻ, നിന്നെ കേടാക്കി കളഞ്ഞതായ ഒരു വ്യക്തിയും പെങ്ങളെ സഹോദരാ നാളെ ആഖിറത്തിൽ നിനക്ക് തുണ വരുകയില്ല. യുബസ്സറൂനഹും. നാളെ അവരെയെല്ലാം അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. നിന്നെ ഈ ദുനിയാവിൽ വഴിപിഴച്ചതായ ആളുകളെ, വഴിപിഴപ്പിച്ചവരെ നാളെ ആഖിറത്ത് കാണിച്ചു തരുമത്രേ. യവത്തുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ
ബിബനീ. ആഖിറത്തിലേക്ക് എത്തുമ്പോൾ പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ച് കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിൽ വിചാരണ ചെയ്യുമ്പോ ഓരോരുത്തരും കൊതിക്കുകയാണ്, അല്ലാ എനിക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ പവിത്രമാക്കപ്പെട്ടതായ അമലുകൾ കുറഞ്ഞു പോയല്ലോ അല്ലാ. നമസ്കാരങ്ങൾ ഇല്ലാത്തവനായി, നോമ്പുകൾ ഇല്ലാത്തവനായി, സകാത്തുകൾ വീട്ടാത്തവനായി, ഹജ്ജ് ചെയ്യാത്തവനായി, ഉംറ നിർവഹിക്കാത്തവനായി, പാപങ്ങളുടെ മുഴുവനും പാപഭാണ്ഡമേറിയവനായി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തിക്കുമ്പോ കത്തിച്ചൊലിക്കുന്ന സൂര്യനെയും കത്തിച്ചൊലിക്കുന്ന നരകത്തെയും കണ്ടുകൊണ്ട് നേർക്ക് നേരെ കണ്ടുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ വ്യാപൃതനായവൻ പറയുമത്രേ, ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ നരകത്തിലേക്ക് എന്നെ നീ വലിച്ചെറിയരുത് അല്ലാ. കള്ള് കുടിക്കുന്നവർക്ക് വേണ്ടി പടച്ച റബ്ബ് സമ്മാനിക്കുന്ന നരകം, ആ നരകത്തെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് അവൻ ആഖിറത്തിൽ വെച്ചുകൊണ്ട് വിലപിക്കുകയാ, അല്ലാഹുവേ ഈ നരകത്തിലേക്ക് എന്നെ എറിയരുത് അല്ലാ. എന്റെ മകനെ നിനക്ക് നൽകാം അല്ലാ. വസാഹിബതിഹി വഅഖീ, എന്റെ ഭാര്യയെ നിനക്ക് നൽകാം അല്ലാ. ഇന്നലെ വരെ എന്നോടൊപ്പം തൊട്ടുരുമി അടക്കം പറഞ്ഞ് കടന്നിരുന്ന, ചുടുചുംബനങ്ങൾ കൊടുത്ത് കടന്നിരുന്ന പ്രിയപ്പെട്ട ഭാര്യയെ ഇന്ന് നരകത്തിലെറിയാൻ നൽകാം അല്ലാ. ഈ നരകത്തിന്റെ തീജ്വാലയിൽ എന്നെ നീ പ്രവേശിപ്പിക്കരുത് അല്ലാ. ആരെ വേണമെങ്കിലും നരകത്തിലിടാൻ നൽകാം, എന്റെ ഭാര്യയെ നൽകാം, ഞാൻ ജന്മം നൽകിയ മകനെ നിനക്ക് നൽകാം അല്ലാ. വാഹീ, എന്റെ കൂടപ്പിറപ്പിനെ നൽകാം അല്ലാ. വഫസീലതിഹില്ലതി തുവീ, എന്റെ മാതാവിനെയും പിതാവിനെയും നിനക്ക് നൽകാം അല്ലാ. എന്റെ വാപ്പയെ നരകത്തിലേക്ക് എറിഞ്ഞോ റബ്ബേ, എനിക്ക് ജന്മം നൽകിയ മാതാവിനെ എറിഞ്ഞോ അല്ലാ. എന്നാലും നരകത്തിലേക്ക് എന്നെ നീ ഇടരുത് റബ്ബേ. നരകകുണ്ടാരത്തെ നേരിട്ട് കാണുമ്പോ നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് തെമ്മാടികൾ പറയുന്ന വചനമാണ്, ആഖിറത്തിൽ വെച്ചുകൊണ്ട് പറയുന്ന വചനമാണ്, പരലോകത്ത് വെച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. എന്റെ ഭാര്യയെ നൽകാം, എന്റെ മകനെ നൽകാം, എന്റെ മാതാപിതാക്കളെ നൽകാം, ആര് വേണമെങ്കിലും നൽകാം അല്ലാ. വമൻ ഫിൽ അർളി ജമീഅ സുമ്മ യുൻജി, ലോകത്ത് ആരെ വേണമെങ്കിലും നീ ചോദിച്ചോ റബ്ബേ, ആരെ വേണമെങ്കിലും നിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരാമല്ലാ. എന്നെയൊന്ന് രക്ഷിക്കണേ അല്ലാ. നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് മോശമായ പ്രവണതകളുമായി നിലകൊള്ളുന്നവർ പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ അവനോട് പറയുകയാണ്, കല്ലാ, വേണ്ടടാ വേണ്ടടാ, ഇന്നഹാ ലവാ, ആ കാണുന്നത് ലവ എന്ന് പറയുന്ന നരകമാണ്. ദുനിയാവിൽ 60-70 വയസ്സ് ഞാൻ നിനക്ക് നൽകിയില്ലയോ? ആ പ്രായത്തിൽ ഒരുപാട് വാളുകൾ നീ കേട്ടതല്ലയോ? ലഹരി നുണയരുതെന്നുള്ള വചനങ്ങൾ നീ ഓതി കേട്ടതല്ലയോ? മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് പോകരുത് എന്ന് നിനക്കറിയാമായിരുന്നല്ലോ. നീ മദ്രസയിലൂടെ പഠിച്ചവനല്ലയോ? നീ പള്ളികളിൽ ദറസിലൂടെ പഠിച്ചവനല്ലയോ? ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ ഒരു കാതിലൂടെ കേട്ടുകൊണ്ട് മറു കാതിലൂടെ കടത്തിവിട്ടവനല്ലയോ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. 60-70 വയസ്സ് വരെ നിനക്ക് നാം നൽകിയില്ലയോ? ഒരുപാട് മുന്നറിയിപ്പ് നൽകുന്ന പ്രഭാഷകരെ നിന്റെ നാട്ടിലേക്ക് നാം നിയോഗിച്ചില്ലയോ? എന്നിട്ടും എന്തേ നീ തെറ്റിലേക്ക് പോയത്? എന്നിട്ടെന്തേ നീ കള്ളു കുടിച്ചത്? എന്നിട്ടെന്തേ നീ ലഹരി നുണഞ്ഞത്? എന്നിട്ടെന്തേ നീ മോശമായ
മോശമാകുന്ന പ്രവണതയുമായി നിലകൊണ്ടത്. അതുകൊണ്ട് ഇനി നിനക്കൊരു മടക്കമില്ല. ആ കാണുന്നത് ലളാ എന്ന് പറയുന്ന നരകമാണ്. ആ നരകമാണ് നിന്റെ അഭയകേന്ദ്രം. ആ നരകത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? നിന്റെ തലയുടെ മൂർധാവിനെ കരിച്ച കളയുന്ന ചുട്ടെടുക്കുന്നതായ നരകമാണ് ലളാ എന്ന നരകമെന്ന് വിശുദ്ധമായ ഖുർആൻ. പാതിരാത്രി സമയത്ത് വൈകുന്നേര സമയമാകുമ്പോ ചെറുപ്പക്കാരാ സുന്ദരമാകുന്ന അറേബ്യൻ ഹോട്ടലുകളിൽ പോയി സുഭിക്ഷമാകുന്ന ആഹാര പാനീയങ്ങൾ കഴിക്കാൻ പോകുന്നവരെ, ആ കടയിൽ എഴുതി വച്ചിട്ടുണ്ട് ശവായ. ഈ ശവായ എന്ന പേര് എവിടെ നിന്നാണ് വന്നത്? പഠിച്ചു വെക്കണേ. നരകത്തെ പരിചയപ്പെടുത്തിയ സ്ഥലത്ത് നിന്നാണ്. നിന്റെ തലച്ചോറിനെ, നിന്റെ മൂർധാവിനെ അല്ലാഹു ചുട്ടെടുക്കുമേ ലളാ എന്ന് പറയുന്ന നരകത്തിലൂടെ എന്ന് വിശുദ്ധമായ ഖുർആൻ. തദ്ഉ മൻ അദ്ബറ വതവല്ല. ആ നരകത്തിൽ നിന്ന് പിറകോട്ട് മാടി ഒലിക്കുന്നവരെ, നരകത്തെ കണ്ടുകൊണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറകോട്ടോടുന്നവരെ ആ നരകം വീണ്ടും വീണ്ടും അടുത്തേക്ക് വിളിക്കുകയാണ്. നരകം അവരെ വിഴുങ്ങുകയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് കൂട്ടുകാരായി നിലകൊണ്ട ഒരൊറ്റ വ്യക്തിയും ആൾ ആഖിറത്തിൽ നിനക്ക് രക്ഷ വരൂല. മനസ്സിലായിക്കും? അതുകൊണ്ടാണ് നല്ല കൂട്ടുകെട്ടിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. ഇത് നിനക്ക് കള്ളു വാങ്ങിച്ചു തരാനും നിന്നെ ബാംഗ്ലൂരിലോ മറ്റു ബാംഗ്ലൂരിലൊക്കെ കൊണ്ടുപോയി പെണ്ണും പെടക്കോഴിയൊക്കെ പരിചയപ്പെടുത്താനും പറ്റുന്ന മോശമായ കൂട്ടുകാരനാണെങ്കിൽ അവൻ നിന്നെ ആഖിറത്തിലേക്ക് കൊണ്ടുപോകില്ല. ബാങ്ക് വിളിക്കുമ്പോൾ വാ നമുക്ക് ഇഖാമത്തിന് മുമ്പ് പള്ളിയിൽ എത്തണമെന്ന് പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്ന് വാ കയറുന്നില്ലേ എന്ന് ചോദിച്ച് 2 റക്അത്ത് നിന്നെ കൊണ്ട് നിസ്കരിപ്പിക്കുന്ന ജുമുഅ ജമാഅത്തുകൾക്ക് നിന്നോടൊപ്പം ശ്രദ്ധ ചെലുത്തുന്ന കൂട്ടുകാരനുണ്ടോ? അവനാണ് സ്വാലിഹായ കൂട്ടുകാരൻ. അവനെ നേടിയെടുക്കലാണ് ഈ ദുനിയാവിൽ രക്ഷ. അങ്ങനെയുള്ളതാകുന്ന 2 കൂട്ടുകാർ തമ്മിലുണ്ട് എങ്കിൽ തീർച്ചയായും അവർ നാളെ സ്വർഗത്തിലാണ്. റജുലാനി തഹബ്ബാ ഫില്ലാഹി ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി. അല്ലാഹുവിന്റെ വിഷയത്തിൽ ഇഷ്ടപ്പെടുകയും റബ്ബിന്റെ വിഷയത്തിൽ വേർപിരിയാൻ ആഗ്രഹിച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളായ 2 പേരുണ്ടെങ്കിൽ അവർ തീർച്ചയായും സ്വർഗമാണ്. അർശിന്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. നമുക്കുണ്ടോ അങ്ങനെയുള്ള കൂട്ടുകാർ? ചിന്തിക്കണം. നമ്മുടെ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണോ നമ്മുടെ മക്കളുടെ കൂട്ടുകാരാതിരിക്കാണോ? അതല്ല പന്ത് കളിക്കാനും സിനിമ കാണാനും സീരിയൽ ദർശിക്കാനും മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരാണോ കൂട്ടുകാരികളാണോ? വല്ലാഹി ആഖിറത്തിൽ രക്ഷപ്പെടൂല, ആഖിറത്തിൽ രക്ഷ ഉണ്ടാവൂല. എന്തുകൊണ്ട്? സാലിഹായ കൂട്ടുകാരനല്ല നമ്മുടെ പ്രിയപ്പെട്ട മകനുമായിട്ട് ചങ്ങാത്തമുള്ളത്. മക്കള് സാലിഹാവുക എന്നുള്ളതല്ലേ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ലക്ഷ്യം, അല്ലേ? നമ്മൾ സാലിഹാവണം, മക്കള് സാലിഹാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിനുവേണ്ടിയാണ് ദുആ ചെയ്തത്. കുട്ടിയില്ലാതെ വിഷമിച്ചു. ഇബ്രാഹിം നബിയുടെ ദുആ എന്താ? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ പടച്ച റബ്ബേ എനിക്ക് നൽകുകയാണ് എങ്കിൽ സാലിഹായ മകനെ നൽകണേ അല്ലാ. അല്ലെങ്കിൽ പ്രയോജനമില്ല. കുറെ മക്കളുണ്ടായിട്ട് കാര്യമില്ല. മക്കള് സാലിഹാകണം എങ്കിലേ രക്ഷയുള്ളൂ. അത് ആണായാലും പെണ്ണായാലും. ഒരു പെണ്ണ് മതി ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും വഴി തെളിക്കാൻ. ഒരൊറ്റ പെണ്ണ് മതി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ജുമയ്ക്ക് അവിടെ എത്തും എല്ലാ ആഴ്ചയിലും. 2 ആഴ്ച മുമ്പും ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ നിന്നൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഒരു 8 കൊല്ലം മുമ്പ് ഞാൻ 5 വർഷം അവിടെ സേവനം ചെയ്തതാണ് ആലപ്പുഴ ജില്ലയിലെ ടൗണിൽ. ആ ഒരു പരിചയത്തിന്റെ പുറത്ത് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മകളെ ഞാൻ MBBS പഠിപ്പിച്ചു, അൽഹംദുലില്ലാ, വലിയ സന്തോഷം. അവള് തീരാറായി ഈ വർഷം. അപ്പൊ ദുആ ചെയ്യണമെന്ന അർത്ഥത്തിൽ വന്നതായിരിക്കുമെന്ന് കരുതി. അപ്പൊ വഅദ് ബുക്കിങ്ങിന്റെ അഖിലുകാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയിട്ടില്ല. റൂമിന്റെ വെളിയിൽ വീണ്ടും നിൽക്കാൻ ചോദിച്ചു, നിങ്ങൾ പോയില്ലേ? ഇല്ല പോയില്ല, ഒരു കാര്യം പറയാനുണ്ട്, അതിന് വന്നതാണ്. ഈ മകളിപ്പോ ലാസ്റ്റ് ഇയർ ആയപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞ ദിവസം തുറന്നൊരു പറച്ചിൽ നടത്തി. മറ്റൊന്നുമല്ല, എന്റേതാകുന്ന മകൾക്ക് അന്യമതത്തിൽപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരനുമായി പ്രണയമാണ്.
അവൻ ഇവളുമായിട്ട് തന്നെ ജീവിക്കുള്ളൂ എന്ന് കണിശമായി പറഞ്ഞിരിക്കാൻ. എൻ്റെ മകൾ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്നെ എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന കാമുകനാകുന്ന ഇന്ന ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം കഴിപ്പിച്ച് അയച്ചില്ല എങ്കിൽ ഞങ്ങൾ എന്തായാലും അവൻ്റെ കൂടെ ഒപ്പം ജീവിക്കും, ഞാൻ എന്തായാലും ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞിരിക്കാം. നോക്കൂ നിങ്ങൾ, 10-25 വയസ്സുള്ളതാകുന്ന മകളുടെ വർത്തമാനം വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് MBBS പഠിപ്പിച്ച പിതാവ്, അദ്ദേഹത്തിന് ഇതിനേക്കാൾ വലിയ വിഷമമുണ്ടോ? ആകെ ഒറ്റ മോളുള്ളൂ. എന്താണ്, എവിടെയാണ് രോഗം എത്തി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞതാണ്, ഒരു മകൾ മതി കുടുംബത്തിലെല്ലാ മനസ്സമാധാനവും നഷ്ടപ്പെടുത്താൻ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് തന്നെ ശരിക്കും ശ്രദ്ധിക്കണം, നമ്മൾ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നിസ്സാര വിഷയമല്ല. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും ചില ആളുകൾ നിങ്ങൾക്ക് നാശമായി വന്നേക്കാം. ഖുർആൻ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖുർആൻ പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കളാകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ ഈമാനുള്ള സത്യവിശ്വാസികളെ, വാട്സാപ്പ് ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, ഇൻസ്റ്റഗ്രാം എന്തെന്നറിയാത്ത പാവപ്പെട്ട ഈമാനിൻ്റെതായ തുടിപ്പുള്ള വാപ്പ ഉമ്മ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. നിങ്ങളുടെ ചില ഇണകളും ചില മക്കളും നിങ്ങളുടെ ശത്രുക്കളാകാമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്ന മിൻ അസ്വാജികും വഔലാദികും. നിങ്ങളുടെ ചില ഇണകളും ചില മക്കളും നിങ്ങളുടെ ശത്രുക്കളാകാം. എല്ലാവരും അല്ല, ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. മക്കൾ എത്ര മണിക്കാണ് സ്കൂളിൽ പോകുന്നത്? മക്കൾ എവിടെയാണ് വിദ്യാഭ്യാസം നുകരുന്നത്? എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്? എത്ര മണിക്കത് കഴിയും? എത്ര മണിക്ക് ട്യൂഷൻ അവൾ കയറും? എത്ര മണിക്ക് അവിടുന്ന് അവൾ ഒഴിവാകും? മദ്രസയിൽ പഠിക്കുന്ന മകളാണെങ്കിൽ എത്ര മണിക്കാണ് മദ്രസയിലെ ക്ലാസ്? സ്കൂളില്ലാത്തപ്പോൾ മദ്രസയിലെ ക്ലാസ് എത്ര മണിക്ക്? അല്ലാത്തപ്പോൾ എത്ര മണിക്ക്? എത്ര മണിക്കാണ് അവിടുന്ന് വിടുന്നത്? എത്ര മണിക്ക് വീട്ടിലെത്തും? ഇതൊക്കെ വാപ്പ ഉമ്മ ശ്രദ്ധിച്ചിരിക്കണം. അല്ലാതെ 5-8 മക്കളുണ്ട്, അവരവരുടെ വഴിക്ക് വിടുക, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഇന്ന് കാലഘട്ടം വളരെ മോശമാണ്. 1500 കോടി രൂപയുടേതാകുന്ന ലഹരിയാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചത് കൊച്ചിയിൽ നിന്ന്. ഏറ്റവും അധികം ലഹരി കച്ചവടം നടക്കപ്പെടുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ നാട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് നേരത്തെ സൂചിപ്പിച്ചത്, 100-ൽ 46% വിദ്യാർത്ഥികളും എന്തിനഡിക്റ്റാണ്? ലഹരിക്കടിമപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏത് കേസും എടുത്തു നോക്ക്, അതിന്റെ അവസാനം മറ്റൊന്നിൽ ചെന്ന് നിൽക്കുന്നത് ആ മനുഷ്യൻ ലഹരിക്കടിമപ്പെട്ട വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 പേരെ മദ്യത്തിന്റെ വിഷയത്തിൽ ശപിച്ചുവത്രേ. ജീവിതത്തിൽ ഒരാളെ പോലും ശപിക്കാത്ത, ഒരു ചീത്ത പോലും വിളിക്കാത്ത, ഒരാളെ കുറിച്ചും അപവാദം പറയാത്ത, ഒരാളെ കുറിച്ചും ഫനായും ഫസാദിലും ഏർപ്പെടാത്ത, തന്റെ നാവ് കൊണ്ട് കളവ് പറക പോയിട്ട് തന്റെ ഹൃദയം കൊണ്ട് കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്ത, ജീവിതത്തിൽ ഒരാളെയും വേദനിപ്പിക്കാത്ത, മോശമാകുന്ന ഒരു കമന്റ് പോലും പാസാക്കാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് 10 പേരെ ശപിച്ചുവത്രേ. എത്ര പേരെ ശപിച്ചു നബി തങ്ങൾ? 10 പേരെ ശപിച്ചിട്ടുണ്ട്. പഠിക്കണം ഇത്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത. മദ്യത്തിന്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ 10 പേരെ നബി തങ്ങൾ ശപിച്ചുവത്രേ.
പഠിച്ചു വെക്കണേ. ആസിറഹാ വമുഅ്തസിറഹാ വശാരിബഹാ വഹാമിലഹാ വൽമഹ്മൂലത ഇലൈഹി വസാഖിയഹാ വബായിഹാ വആകില സമനിഹാ والمشتري لها والمشترات له. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദരവായ പ്രവാചകന് ഞാൻ 10 വർഷം സേവനം ചെയ്തിട്ടുണ്ട്. 10 കൊല്ലം ഖിദ്മത്തെടുക്കാൻ സൗഭാഗ്യം കിട്ടിയ കുട്ടിയാണ് ഞാൻ. ഇന്ന് വരെ എന്നോട് വരെ പ്രവാചകൻ ഒരു വാക്ക് പോലും മോശമായി പറഞ്ഞിട്ടില്ല. എന്തിനാണ് മോനെ അനസേ നീ അത് ചെയ്തത് എന്ന് നബി തങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് നീ അത് ചെയ്തു എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ല. അത്രമാത്രം സൽസ്വഭാവത്തിന്റെ ഉടമയായ കാരുണ്യത്തിന്റെ നേതാവായ ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് 10 പേരെ ശപിക്കുകയാണ്. കാരണം അവർ ശപിക്കപ്പെടേണ്ടതായ അഹ്ലുകാരാണ്. ആദരവായ പ്രവാചകൻ ശപിച്ചത് ഒന്നാമതായിട്ട് ആരെയാണ്? ആസിറഹ. അത് വാറ്റുന്നവനെയാണ്. മദ്യമാക്കാൻ പരിശ്രമിക്കുന്നവരെ, ഈന്തപ്പനകളെയും മുന്തിരികളെയും അതിനു വേണ്ടി മാറ്റിമറിക്കുന്നവരെ, അത് വാറ്റുന്നവനെ റസൂലുള്ളാഹി ശപിച്ചു എന്ന വിവരം അറിയണേ. വമുഅ്തസിറഹ. അത് വാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. വഹാമിലഹാ. അത് വഹിച്ചു കൊണ്ടുവരുന്നതായ ഡ്രൈവർ, ഉസ്താദേ ഞാൻ ഇന്ന് വരെ കള്ളു കുടിച്ചിട്ടില്ല, ബാർ ഹോട്ടലിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ, അതിന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. പൊന്നുമോനെ നീ ചെയ്യുന്ന പണി ഏറ്റവും നീചമാണ്. കാരണം റസൂലുള്ളാഹി നിന്നെ ശപിച്ചിരിക്കുകയാണ്. വഹമിലഹാ. ആ കള്ളിനെ അല്ലെങ്കിൽ ലഹരിയെ വഹിച്ചുകൊണ്ട് നടക്കുന്നവനെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. വൽ മഹ്മൂലത ഇലൈഹി. ആർക്ക് വേണ്ടിയാണ് വഹിച്ചത് അവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. വശാരിബഹാ വസാഖിയഹാ. ബാർ ഹോട്ടലുകളെ ടൈ കെട്ടിക്കൊണ്ട് 25,000-നുമൊക്കെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ, ഉസ്താദേ ഞാൻ കള്ളു ഒഴിച്ചു കൊടുത്തിട്ടേയുള്ളൂ, ഇന്ന് വരെ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നവരെ, അത് ഒഴിച്ചു കൊടുക്കലും തെറ്റാണ്. വസാഖിയ, കള്ളു ഒഴിച്ചു കൊടുക്കലും തെറ്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വബായിഹാ വശാരിബഹാ. അത് ഒഴിച്ചു കൊടുക്കുന്നവനെ മാത്രമല്ല, അത് കുടിക്കുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. അത് വിൽപ്പന നടത്തുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. വആകില സമനിഹാ. അത് കച്ചവടം ചെയ്തിട്ട് അതിൻ്റെതാകുന്ന പൈസ കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ഭുജിക്കുന്നവരെ നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. വലിയ ബാർ ഹോട്ടലുകളിൽ കൂട്ടുകാരും ഒന്നിച്ച് ഷെയർ ചേർന്നുകൊണ്ട് ബിസിനസ് നടത്തുന്ന മുതലാളിമാർ മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് ധാരാളം കാണപ്പെടുകയാണ്. നഊദു ബില്ലാഹ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. റസൂലുള്ളാഹി ശപിച്ച വിഭാഗമാണ്. തീർന്നില്ല. വൽ മുസ്തരിയ ലഹാ. ആർക്ക് വേണ്ടിയാണോ ഈ സാധനം വാങ്ങുന്നത്? കച്ചവടം ചെയ്യുന്ന സാധനങ്ങൾ കടയിൽ പോയി ക്യൂ നിന്നുകൊണ്ട് വാങ്ങുന്നതാകുന്ന വ്യക്തികളെ നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. ചിലർ പറയാറുണ്ട്, ഉസ്താദേ ഞാൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല, ഞാൻ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തതേയുള്ളൂ. നീ ചെയ്യുന്ന നീചകൃത്യമാണ്, ഏറ്റവും വലിയ പാതകമാണ്. കൂട്ടുകാരുടെ ബർത്ത്ഡേ വരുമ്പോ, കൂട്ടുകാരികളുടെ സന്തോഷ സുദിനം വരുമ്പോ, വാപ്പ മരിച്ചതിന്റെ ദിനം വരുമ്പോ, ഉമ്മ മരിച്ചതിന്റെ സങ്കടത്തിന്റെ രാവ് പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ വിഷമം പറയുമ്പോ, ബൈക്ക് എടുത്തുകൊണ്ട് ബീവറേജിന്റെ മുന്നിൽ പോയി ക്യൂ നിന്നിട്ടോ അല്ലെങ്കിൽ ആപ്പ് മുഖേനയോ നീയാണ് വാങ്ങിച്ചു കൊടുത്തതെങ്കിൽ കൂടി, നീ കുടിച്ചിട്ടില്ലെങ്കിലും നിന്നെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചില പ്രവാസികൾക്ക് മോശമാകുന്ന ഒരു പ്രവണതയുണ്ട്. നാട്ടിലേക്ക് വരുമ്പോ ഗൾഫിൽ നിന്ന് കുപ്പി കൊണ്ടുവരുന്ന പ്രവണതയുണ്ട്.
കൂട്ടുകാർക്ക് കൊണ്ടുപോയി സമ്മാനിക്കുകയാണ്, അവരെ സന്തോഷിപ്പിക്കുകയാണ്. ഞാൻ കുടിക്കില്ല ഉസ്താദേ, ഞാൻ സുന്നിയാണ്, ഞാൻ സമസ്തക്കാരനാണ്. പൊന്നുമോനെ, നീ ചെയ്യുന്നത് നീചവൃത്തിയാണ്. നീ കൊണ്ടുവരുന്ന കുപ്പി അത് നീ കുടിച്ചില്ലെങ്കിലും നീയല്ലേ വാങ്ങിച്ചു കൊണ്ടുവന്നത്, നിന്നെയും റസൂലുള്ള ശപിച്ചിരിക്കുകയാണ്. വൽ മുസ്തറാത ലഹു, അവസാനമായി 10ാമതായി നബി തങ്ങൾ എണ്ണുന്നു, ആർക്ക് വേണ്ടിയാണോ വാങ്ങുന്നത്, പൈസ കൊടുത്തിട്ട് കൂട്ടുകാരനെ പറഞ്ഞു വിടുന്ന മുതലാളിയെ നിന്നെയും റസൂലുള്ള ശപിച്ചിരിക്കുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ ഇത് നിസ്സാര കാര്യമല്ല, ഗൗരവമുള്ള വിഷയമാണ്. ചിലർ ഇതിന്റെ കച്ചവടവുമായിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ അതാണ് ചെറുപ്പക്കാര്. കാരണം വേറെ എന്ത് ചെയ്താലും ഇത്രയും കാശ് കിട്ടൂല. ഇതാകുമ്പോൾ കുറച്ച് കച്ചവടം ചെയ്താൽ നല്ല ആവശ്യത്തിന് പൈസ കിട്ടും, പെട്ടെന്ന് തന്നെ പണക്കാരനാകാം. അപ്പുറത്തെ ഷുക്കൂർ ഹാജി അല്ലെങ്കിൽ മറ്റുള്ള ഹാജിമാര് വെച്ചതുപോലെ മനോഹരമായ വീട് വെക്കാം എന്ന് പറഞ്ഞ അയൽവാസികളെ ചൂണ്ടിയിട്ട് വലിയ വലിയ വീട് വെക്കാൻ വേണ്ടി കൊതിച്ചിട്ട് ചെറുപ്പക്കാരിറങ്ങാം. 10ാം ക്ലാസ്സും ഗുസ്തിയുള്ളൂ, നേരെ വിദ്യാഭ്യാസമൊന്നുമില്ല. പിന്നെന്താ പരിപാടി? രാവിലെ ഏറനാട് വണ്ടിക്കകത്ത് അല്ലെങ്കിൽ പരശുറാമിനകത്ത് കയറിയിരിക്കുക, നേരെ എവിടെയെങ്കിലും എറണാകുളത്ത് കൊണ്ടുപോയി സാധനം എത്തിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ എറണാകുളത്ത് പോവുക, ഈ സാധനമായിട്ട് ഇവിടെ വരിക, എവിടെയെങ്കിലുമൊക്കെ ചെക്കന്മാർക്ക് വിതരണം ചെയ്യാം ബാഗിനകത്ത് വെച്ചിട്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ നല്ല കാശ് കിട്ടും, നല്ല റാഹത്തായ പണിയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇല്ലെങ്കിൽ ഇതല്ല വേറെ പരിപാടി, പതുക്കെ സ്വർണം കടത്തുക, കുറച്ച് അവിടുന്ന് പോയിട്ട് മലദ്വാരത്തിൽ വെക്കുക, ഉള്ള തുളകളിലെല്ലാം കയറ്റി വെച്ചിട്ട് സാധനം കടത്തിക്കൊണ്ടിങ്ങ് വരിക, എങ്ങനെയെങ്കിലും ലക്ഷങ്ങൾ ഒപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്ന നീചവൃത്തമല്ലേ, ഹലാലായ പൈസയല്ലല്ലോ, ഹറാമായ സമ്പാദ്യമാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള പരിപാടി ഷെയർ ബിസിനസ്സുകൾ ഇടുക. ഇന്നും ഒരു സഹോദരൻ വന്ന് സങ്കടം പറഞ്ഞു, കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടുള്ളത്. അദ്ദേഹം മാത്രമല്ല, വേറെ ഒരുപാട് ആളുകൾ ഒരു സഹോദരന്റെ കയ്യിൽ കൊടുത്തതാണ്. ഞാൻ ആളെ സഹോദരനെയും പറയുന്നില്ല, നാടിനെയും പറയുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തായാലും കാസർഗോഡ് ജില്ലയാണ്, ജില്ല വിട്ടു പോകത്തില്ല. കാസർഗോഡ് ജില്ലയിലുള്ളവർ തന്നെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു വ്യക്തിയുടെ കൊടുത്തു, 12 കോടി രൂപയോളം കൊടുത്തു. ആളുടെ അഡ്രസ് ഇല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അയാൾ മുങ്ങി. ഇതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്തിനാ കൊടുത്തത്? പെട്ടെന്ന് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം, മാസം മാസം ഇത്ര രൂപ വെച്ച് നിനക്ക് തരും എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പം അങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങി. മണി ചെയിൻ ബിസിനസ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പൈസ കൊടുക്കുക, അങ്ങനെ. അതായത് അധ്വാനിക്കൂല, കൈയും കെട്ടിയിരിക്കുക, എന്തെങ്കിലും ഫുനൂസി അല്ലാ അക്കൗണ്ടിലേക്ക് വരുവാണെങ്കിൽ റാഹത്ത്. അതാ പരിപാടി. മേലനങ്ങാതെ പണിയെടുക്കുക, ഒറ്റവാക്കി പറഞ്ഞ. ഇന്നത്തെ തലമുറയിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ മോശമായ പ്രവർത്തനമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാം ഊട്ടപ്പെട്ടതായ ശരീരമില്ലയോ, അഥവാ ഹറാം സമ്പാദിച്ചുകൊണ്ട് അതിലൂടെ ആഹാര സാധനങ്ങൾ വാങ്ങിയിട്ട് സ്വന്തമായി കഴിക്കുന്നവരെ, ഭാര്യയ്ക്കും മക്കൾക്കും കഴിപ്പിക്കുന്നവരെ, നിങ്ങൾ നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നരകവുമായി ബന്ധപ്പെട്ടതായ ആളുകളാണ് നിങ്ങളെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മുൻഗാമികളുടെ ഭാര്യമാർ, സ്വഹാബത്തിന്റെ ഭാര്യമാർ, താബികളുടെ ഭാര്യമാർ, അഇമ്മത്തുകളുടെ ഭാര്യമാർ അവർ വീടിന്റെ വാടിന്റെ പടിക്കലേക്ക് വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഭർത്താക്കന്മാർ പുറത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ പറയുകയാണ്, ഇയ്യാകും വകസബൽ ഹറാം ഫഇന്നാ നസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലൻ നാർ. വല്ലാത്ത വാക്കാണ് അവരുടെ വചനം. ഇയ്യാകും വകസബൽ ഹറാം. അല്ലയോ ഭർത്താക്കന്മാരെ, നിങ്ങൾ ജോലിക്ക് വേണ്ടി പോകുന്നവരാണ്, ആരോഗ്യമുള്ളവരാണ്, നിങ്ങൾ നല്ല ആരോഗ്യത്തോടുകൂടി നിലകൊള്ളട്ടെ. ഇയ്യാകും വകസബൽ ഹറാം.
നിങ്ങളെ സൂക്ഷിക്കണേ. ഹറാമ് സമ്പാദിച്ചു കൊണ്ടുവരുന്നതിനെ സൂക്ഷിക്കണേ. فإنا نصبر على الجوع ولا نصبر على النار. ദിവസങ്ങളോളം പട്ടിണി കിടക്കാൻ നിങ്ങളുടെ ഭാര്യയായ ഞങ്ങൾ തയ്യാറാണ്, മക്കൾ തയ്യാറാണ്. ഒരിക്കലും ഞങ്ങൾ നരകത്തിന്റെ മേൽ ക്ഷമിക്കൂല കേട്ടോ. നരകത്തിന്റെ മേൽ ഞങ്ങൾ എറിയപ്പെടാൻ ഞങ്ങൾക്ക് പറ്റൂല. നിങ്ങൾ ഹറാമ സമ്പാദിച്ചു കൊണ്ടുവന്ന് അത് ഞങ്ങൾ കഴിച്ചാൽ ഞങ്ങളുടെ ശരീരവും നരകവുമായി ബന്ധപ്പെട്ടതാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നരകത്തിന് മേൽ ക്ഷമിക്കാൻ ഞങ്ങളെ കിട്ടൂല. ദിവസങ്ങളോളം പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട വചനമാണ്. ചിത്താരിയിലുള്ള ഓരോ സഹോദരിമാരുടെയും ഹൃദയത്തിൽ പഠിക്കേണ്ടതാകുന്ന തറക്കേണ്ട വചനമാണിത്. ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ ഭാര്യമാർ വിളിച്ചു പറഞ്ഞിരുന്ന വാക്കാണ്. നിങ്ങൾ ഹലാല് സമ്പാദിക്കണേ, ഹറാമുമായി വീട്ടിലേക്ക് വരരുതേ. എത്ര ദിവസം വേണമെങ്കിലും പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് സാധിക്കൂല. ഭാര്യമാര് പറയാണ് ഭർത്താക്കന്മാരോട്. ഇന്നത്തെ തലമുറ ഭാര്യമാര് പറയോ? ഇന്നത്തെ തലമുറ പറയോ? ഇന്ന് നേരെ തിരിച്ചാൽ ഞങ്ങൾ ഒട്ടും വിശപ്പ് തയ്ക്കാൻ പറ്റൂല. ഡെയിലി ഷവർമ വേണം, കുഴിമന്തി വേണം, കിഴിപൊറോട്ട വേണം. നിങ്ങൾ എവിടുന്ന് സമ്പാദിച്ചാലും കുഴപ്പമില്ല. കാരണം ഓരോരുത്തരും അയൽവക്കത്തേക്ക് ഇങ്ങനെ ചൂണ്ടാൻ. ഈ കാഞ്ഞങ്ങാട് കാസർഗോഡ് ഇതിനിടയിൽ ആകെ നമ്മുടെ വീടാണ് ഇങ്ങനെ കിടക്കുന്നത്, ചുരുങ്ങി നിൽക്കുന്നത്. ബാക്കി എല്ലാവരുടെയും വീട് നല്ല മൊഞ്ചായി. നിങ്ങൾ ഗൾഫിൽ പോയി 10 കൊല്ലമായിട്ട് എന്തായി സമ്പാദിച്ചത്? നമുക്ക് നല്ലൊരു വീട് വേണ്ടേ? നമുക്ക് നല്ലൊരു വാഹനം വേണ്ടേ? നമുക്ക് അങ്ങാടിയിൽ 2 മുറി കട വേണ്ടേ എന്ന് പറഞ്ഞ് ഭർത്താവിനെ നിർബന്ധിക്കുക. എവിടെങ്കിലും പോയി ഹറാമായിട്ട് സമ്പാദിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുപോവാ. ഇതാണ് ഇന്നത്തെ തലമുറ പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടുണ്ടായ അപകടങ്ങൾ വലിയതാണ്. ഭർത്താക്കന്മാരിറങ്ങാണ്ട് എവിടെങ്കിലും പോയി പൈസ ഒപ്പിക്കാൻ. ഈ അടുത്തിടെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഭർത്താവ് വീട്ടിൽ വന്നാൽ റമ്മി കളിക്കാൻ, ഡെയിലി റമ്മി കളിക്കാൻ. ആ ഖുർആൻ പറഞ്ഞു ഇന്നമൽ ഖംറു വൽ മൈസിർ, ചൂതാട്ടം. ഖുർആൻ അന്ന് പറഞ്ഞത് ഇന്നത്തെ തലമുറയിൽ വന്നിരിക്കുന്നു, അന്നുണ്ടായിരുന്നു. അത് ഇന്നത്തെ തലമുറയിൽ വ്യാപകമായി. ഓൺലൈൻ റമ്മി കളിക്കാൻ. അയാൾക്ക് വേറെ ഒന്നും അറിയില്ല. ഫേസ്ബുക്ക് അറിയാൻ മേലെ, വേറൊരു സംഭവം അറിയാൻ മേലെ. പക്ഷെ ഒന്നറിയാം, നല്ലതുപോലെ റമ്മി കളിക്കാറിയാം ഓൺലൈനിൽ. ഞാൻ ചോദിച്ചു, എന്താ ഭർത്താവിന് ജോലി? ഭർത്താവ് കൂലിപ്പണിക്കാരനാണ്. കൂലിപ്പണിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് 5 മണി വന്നാൽ കുളിച്ച് റെഡിയായിട്ട് റൂമിൽ കയറിയിരിക്കും. എത്തിക്കാഫാന്ന് കരുതും. പോയി നോക്കി, ഇതാ പരിപാടി. എത്തിക്കാഫാണ് കാര്യം, ഭജന ഇരിക്കാൻ, പക്ഷെ ഓൺലൈൻ റമ്മി കളിക്കാൻ. എന്നിട്ട് ഞാൻ ചോദിച്ചു, എല്ലാം കിട്ടിയ? ആ കിട്ടി. 26,000 രൂപ പോയി കിട്ടി. 26,000 രൂപ പോയി. ഈ പോയത് കൊണ്ടാണ് എന്ത് ഭാര്യ വിളിച്ചിട്ട് നമ്മളോട് സങ്കടം പറയുന്നത്. 26,000 രൂപ കാണാൻ കിട്ടിയ പിന്നെ മൂല്യാരും ഇല്ല, പള്ളിക്കാരും ഇല്ല, പള്ളിപ്പറമ്പും ഇല്ല, വഴിക്ക് വരുത്തില്ല. ഇങ്ങോട്ടെ കാണാൻ കിട്ടിയതായിരുന്നെങ്കിലോ ആരെങ്കിലും വിളിയോ? ഒരു വിളിയും ഇല്ല. അൽഹംദുലില്ലാ, ഭർത്താവിന് ഭയങ്കര പ്രോത്സാഹനം. അടച്ചവനെ റാഹത്ത്. 26,000 രൂപ പോയപ്പോഴത്തേക്കും ഒക്കെ വിഷമം. ഇന്നത്തെ തലമുറയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ പോലും അറിയില്ല. നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ അന്തരീക്ഷങ്ങൾ അത്തരത്തിൽ മാറ്റിമറിക്കപ്പെടുന്നു. വാപ്പ വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ളവരായിരിക്കും. മക്കൾ റൂമിലിരുന്നിട്ട് റമ്മി കളിച്ച് വാപ്പാടെ ആധാരം വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, അറിയുന്നില്ല. അവസാനം എല്ലാം പോയി കഴിയുമ്പോഴാണ് വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ രീതിക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അവരുടെ ജീവിതം നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒരുമിച്ചിരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്ന ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. പകൽ ഒരുപക്ഷെ മക്കൾ പഠിക്കാൻ പോകുന്നുണ്ടാകും, സ്കൂളിലും മദ്രസകളിലും ഒക്കെ പോയി ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. വൈകിട്ടത്തെ ഭക്ഷണം വാപ്പയും ഉമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ടാവട്ടെ. മക്കളുടേതാകുന്ന നടത്തവും അവന്റെ ഇരുത്തവും അവന്റെ ശൈലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടി ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുക. ഒരിക്കലും വാപ്പാടൊപ്പം ഇരിക്കൂല, 10 മിനിറ്റ് തികയ്ക്കൂല. വർത്തമാനം പറയാൻ മടിക്കും. വർത്തമാനം പറയുമ്പോൾ തന്നെ അവന്റെ നോട്ടവും അവന്റെ ശൈലിയും വ്യത്യസ്തമായിരിക്കും. ഇത് ഒരുപാട് കളികൾ കണ്ട, വ്യത്യസ്ത രാജ്യങ്ങൾ കണ്ട, വ്യത്യസ്ത കൗമിനെ കണ്ട ഒരു വാപ്പയ്ക്ക് അത് ഉറപ്പായിട്ട് മനസ്സിലാക്കാം ഇവനെന്ത് പറ്റി എന്നുള്ളത് വാപ്പാക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് മക്കൾക്കുള്ള അഡിഷനുകളെ, ഇത്തരത്തിലുള്ള ലഹരി അഡിഷനുകളെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂല. പഠിക്കുന്നതൊന്നും അവന്റെ തലയിൽ കയറുന്നില്ല.
ചില മക്കളെ കുറിച്ച് പറയാനുണ്ട് വാപ്പയും ഉമ്മയും, അല്ലോ എൻ്റെ മോന് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഇട്ടത് കൊണ്ടാ ഇപ്പൊ വല്ലാതെ മെലിഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഭക്ഷണം റെഡിയല്ല എന്ന് പറയും. ഭക്ഷണം റെഡിയല്ലാത്തല്ല, മകൻ ഹോസ്റ്റലിൽ നിന്നിട്ട് കഞ്ചാവ് അടിക്കാണ് ഡെയിലി, ആള് മെലിയും, കഞ്ചാവ് അടിച്ചാൽ മെലിയും, അത് മനസ്സിലായിക്കും. വാപ്പായും ഉമ്മായും വന്നിട്ട് ഭയങ്കര ഉസ്താദ് എൻ്റെ മോന് ഇച്ചിരി പഞ്ചസാര ഒന്ന് മന്ദിരിച്ചാട്ടെ. എന്തിനാ പഞ്ചസാര മന്ദിരിക്കുന്നത്? മോനങ്ങ് മെലിഞ്ഞു പോയി, മോളങ്ങ് വല്ലാതെ മെലിഞ്ഞൊട്ടി. മെലിഞ്ഞ ഒട്ടകത്തിന്റെ കഥ കേട്ടിട്ടുണ്ട്, അതേ കോലത്തിലായിട്ടുണ്ട് നമ്മുടെ മകള്. കാര്യം ചോദിച്ചു വന്നപ്പോ അവസാനം എന്താണ്? കഞ്ചാവിന് അടിമപ്പെട്ടിരിക്കുക മകള്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാരണം ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉള്ളത് വളരെ സൂക്ഷിക്കണം. ഏത് കോലത്തിലാണ്, ഏത് രീതിയിലാണെന്ന് ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലഘട്ടം അതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതാണ് നമ്മുടേതാകുന്ന സ്ഥാപനം, BTICയുടെ സ്ഥാപനം ഇതിൽ നിന്നൊക്കെ വ്യതിരക്തമായത്. ഡേ ക്ലാസ് ആണ്, പകൽ വന്നിട്ട് മക്കൾ സ്വന്തം വീട്ടിലേക്ക് തന്നെ വരുന്നു, ആത്മീയപരമായ ശിക്ഷണം നൽകുന്നു. ഭൗതികവും ആത്മീയവുമാകുന്ന സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ മനോഹരമാകുന്ന ഒരു ബിരുദം സമസ്തയുടെ കീഴിൽ തന്നെ അവൾക്ക് നൽകാൻ സാധിക്കുന്നു. ഇത് നമ്മൾ കൊടുക്കുന്നത് നിസ്സാരമായതല്ല, ചെറിയ കാര്യമല്ല, വലിയ ഹൈറായ നിലയ്ക്കുള്ള കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം അള്ളാഹു സാലിഹീങ്ങളിൽ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു മോശമായ രീതിയിലേക്ക് മക്കൾ പോകുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു വരാൻ ബദ്ധശ്രദ്ധ നമ്മൾ പതിപ്പിക്കണം, പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണം. ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കെത്തും, വലിയ അപകടത്തിലേക്കെത്തും. ഈമാൻ തെറ്റിപ്പോകും, കാഫിറായി ചത്തുപോകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖമറ ലാ യഖ്ബലുല്ലാഹു 40 സ്വലാത്ത. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കള്ളു കുടിക്കുന്നവനിൽ നിന്ന് 40 ദിവസത്തോളം അല്ലാഹു അവന്റെ നമസ്കാരത്തെ സ്വീകരിക്കുകയില്ലത്രേ. ഫഇൻ താബ താബല്ലാഹു അലൈഹി, അവൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അവൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി, പടച്ച റബ്ബേ ഇത്രയും വലിയ പാതകമാണെന്ന് അറിഞ്ഞില്ല, ഞാനിതാ തൗബ ചെയ്യുന്നു, പടച്ച റബ്ബ് തൗബ സ്വീകരിക്കും. അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. റസൂലുള്ളാഹി പറയുകയാണ്, വീണ്ടും അവൻ കള്ളു കുടിക്കാൻ തുനിഞ്ഞാൽ, തൗബ ചെയ്തതിന് ശേഷം, പാപം പൊറുപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും അവൻ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ലഹരി തുണയാൻ തുനിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യഖ്ബലില്ലാഹു മിൻഹു സ്വലാത 40 സബാഹ. 40 ദിവസത്തേക്ക് അവന്റെ അമലുകളെ അല്ലാഹു സ്വീകരിക്കുകയില്ല, അവന്റെ നമസ്കാരത്തെ അല്ലാഹു കബൂലാക്കുകയില്ല. ഫൈൻ താബ താബല്ലാഹു അലൈഹി, വീണ്ടും അവൻ തൗബ ചെയ്താൽ അല്ലാഹു തൗബ സ്വീകരിക്കുന്നതാണ്. ഫൈൻ ആദ, വീണ്ടും മൂന്നാമത് അവൻ തെറ്റിലേക്ക് മടങ്ങിയാൽ, വീണ്ടും അവനെ കള്ളു കുടിക്കുകയാണ്, വീണ്ടും ലഹരി നുണയുകയാണ്, മോശമാകുന്ന പ്രവണതയിലേക്ക് ചുറ്റുവട്ടത്തിലേക്ക് കൂട്ടുകാര് മുഖേന പോവുകയാണ്. ലം യഖ്ബലില്ലാഹു സ്വലാത 40 സബാഹ. 40 ദിവസത്തേക്കുള്ള നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല, സ്വീകരിക്കില്ല സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫൈൻ താബ, മൂന്നാമത്തെ പ്രാവശ്യവും തൗബ ചെയ്താൽ, താബല്ലാഹു അലൈഹി, അല്ലാഹു അവന്റെ തൗബയെ സ്വീകരിക്കുന്നതാണ്. ഫൈൻ ആദ, നാലാമത്തെ പ്രാവശ്യം വീണ്ടും അവൻ തെറ്റിലേക്ക് മടങ്ങിയാൽ, വീണ്ടും കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് ലഹരി കുടിക്കുന്നവനായാൽ, എത്രയെത്ര ചെറുപ്പക്കാർ ഈ രീതിയിൽ പ്രവണത നടത്തുന്നവരുണ്ട്. റമദാനിൽ വന്നുകൊണ്ട് 27-ാം രാവിലൊക്കെ തൗബ ചെയ്ത് നിലകൊള്ളുന്നവരെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. വീണ്ടും തെറ്റിലേക്ക് പോകുന്നവരെ ഒരു 4 പ്രാവശ്യം വരെ അല്ലാഹു ക്ഷമിക്കുന്നതാണ്, ക്ഷമിക്കുന്നതാണ്. 4-ാമത്തെ പ്രാവശ്യം അവൻ ആ തെറ്റിലേക്ക് മടങ്ങിപ്പോയാൽ, ലം യഖ്ബലില്ലാഹു തൗബതഹു, അല്ലാഹു അവന്റെ തൗബയെ സ്വീകരിക്കുന്നതല്ല. വയദ്ഖുലു ഫിന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും.
വിഷയമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. കള്ളു കുടിക്കുന്നതിലൂടെ, ലഹരി നുണയുന്നതിലൂടെ അവന്റെ ഈമാൻ ഊരപ്പെട്ടു പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ആ രീതിയിലാണ് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നീ ലഹരി നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈമാനില്ലാത്ത അവസ്ഥയാണെന്ന് റസൂലുള്ള പറഞ്ഞതാണ്. ആ സമയത്താണ് നീ വഫാത്താകുന്നത് എങ്കിൽ, നീ മരണപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും കാഫിറായിട്ടാണ് മരിച്ചു പോകുക. അതല്ലേ റസൂലുള്ള പറഞ്ഞത്, മൻമാത മുദ്മിനൻ മിൽ ഖംരി യമൂതു കഅബിദില്ലാത വൽ ഉസാ. മക്ക മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നതായ ലാത്തയും ഉസയും ആരാധിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകളെ പോലെ എന്റെ ഉമ്മത്തിൽ നിന്ന് കള്ളു കുടിക്കുന്നവർ കാഫിറായി ചത്തുപോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകന്റെ വചനം കേട്ടുകൊണ്ട് സഹാബത്ത് ചോദിക്കുകയാണ്, ഖാലൂ അറഅയ്ത മുദ്മിനൻ ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ യാ റസൂലല്ലാഹ്. നബിയേ അവിടുന്ന് പറഞ്ഞതായ കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവനെ കുറിച്ചല്ലയോ, സദാസമയം കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവനല്ലയോ? മുദ്മിൻ എന്ന പദത്തിന്റെ അർത്ഥം മിനിങ്ങി നടക്കുന്നവനെന്നല്ലയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ 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 അല്ല സാബ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ 24 മണിക്കൂറും കള്ളു കുടിച്ച് നടക്കണമെന്നില്ല. മറിച്ച് കേവലമേ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയം വലാകിൻ യശ്റബുഹാ ഹീന വജദഹാ, ഒരൽപ്പം കവിൾത്തടം മാത്രമാണ് കുടിച്ചിട്ടുള്ളത്, കേവലം ഒരിറുക്ക് മാത്രമാണ് കുടിച്ചിട്ടുള്ളത്. തൗബ ചെയ്യാതെയാണ് നീ മരിക്കുന്നത് എങ്കിൽ കാഫിറായിട്ടാണ് ചത്തുപോകുക. ഈമാനില്ലാതെയാണ് മുസ്ലിമേ നമസ്കരിച്ച മുസ്ലിമേ, നോമ്പ് പിടിച്ച മുസ്ലിമേ, സക്കാത്ത് കൊടുത്ത മുസ്ലിമേ, നാട്ടിൽ നിനക്ക് ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും നീ മുസ്ലിം ആയിരിക്കാം, പക്ഷേ നിന്നെ കാഫിറായിട്ടാണ് ലിസ്റ്റിൽ അടയാളപ്പെടുത്തുക, കാഫിറായിട്ടാണ് ചത്തുപോകുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. ആദരവായ റസൂലുള്ള പറയുകയാണ്, ഇന്നലില്ലാഹി അഹദാ ലിമൻ യശ്റബുൽ ഖംറ. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവൻ, ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്നവൻ, ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു പാനീയം കുടിപ്പിക്കുകയാണ്. അയ്യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. പഠിച്ചു വെക്കണേ കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട സഹോദരിമാരെ, തീനത്തുൽ ഖബാൽ എന്ന ബ്രാൻഡ് ആഖിറത്തിലെത്തുമ്പോൾ പടച്ച റബ്ബ് കുടിപ്പിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്. ഈ ദുനിയാവിൽ ലഹരി നുണയുന്നവന്, പാൻപരാഗ് ചവയ്ക്കുന്നവന്, ഹശീഷ് എടുക്കുന്നവന്, MDMA എടുക്കുന്നവന്, LSD ഉപയോഗിക്കുന്നവന്, മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി ഈ ദുനിയാവിൽ കറങ്ങി നടക്കുന്നതായ ചെറുപ്പക്കാർക്ക്, രാത്രിയുടെ യാമങ്ങളിൽ കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് ബഹളം വെക്കുന്നവന്, സ്വന്തം ഭാര്യയെ മർദ്ദിക്കുന്നവന്, കള്ളു കുടിച്ചുകൊണ്ട് മധോന്മത്തനായിട്ട് മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയാതെ അവരെ ശകാരിക്കുന്നവന്, അവരെ ചീത്ത വിളിക്കുന്നവന്, അവരെ തെറി വിളിക്കുന്നവന്, അവരുടെ നടുവിന് ഇടിക്കുന്നവന്, അവരെ തൊഴിച്ച് പുറത്താക്കുന്നവന്, സ്വന്തം മക്കളെ അടിക്കാൻ തുനിയുന്നവന്, ആഖിറത്തിൽ അല്ലാഹു കുടിപ്പിക്കുന്നതായ പാനീയമാണ് തീനത്തുൽ ഖബാൽ. എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അറഖു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകം, ആ നരകത്തിലേക്ക് എറിയപ്പെട്ട നരകാവകാശികൾ, ഈ ദുനിയാവിൽ വിചരിച്ചുകൊണ്ട് നിലകൊണ്ടതായ ആളുകൾ, അവരുടെ മുൻദ്വാരത്തിലൂടെ ഒലിക്കുന്ന ചീഞ്ചലം, അവർ നാളെ ആഖിറത്തിലേക്ക് വരുമ്പോ അവരുടെ മുൻദ്വാരത്തിലൂടെ ചീഞ്ചലം ഒഴുകുകയാണ്. നരകത്തിലിട്ടുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ മുന്നിലൂടെയും പിറകിലൂടെയും പുറത്തേക്ക് വരുന്നതായ സർവമാലിന്യങ്ങളും എടുക്കുകയാണ്. അവരുടെ ഗുഹ്യത്തിലൂടെയും
അവരുടെ കക്ഷത്തിലൂടെയും ഒക്കെ ഒഴുകി വരുന്നതായ വിയർപ്പിന്റെ കണികകൾ ഒരുമിച്ച് കൂട്ടുകയാണ്. അതെല്ലാം കൂടി എടുത്തിട്ട് ദുർഗന്ധമുള്ള സാധനം മുഴുവനും അടിച്ച് ജ്യൂസാക്കിയിട്ട് അതവന്റെ തൊള്ളയിലെ കൊഴിച്ചു കൊടുക്കുമത്രേ. അതാണ് നാളെ ആഖിറത്തിൽ ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവർക്കുള്ള ശിക്ഷ. അതാണ് സാബാതീനത്തുൽ ഖബാർ. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവർക്ക് ആഖിറത്തിൽ അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് അറഖു അഹ്ലിന്നാരി അവസാറതു അഹ്ലിന്നാർ. നരകാവകാശികളുടെ ചിഞ്ചലമാണ്, അവരുടെ വിയർപ്പാണ് ആഖിറത്തിൽ കുടിപ്പിക്കപ്പെടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് കൂട്ടുകാരൻ നിർബന്ധിച്ചിട്ടാണ് ഞാനൊരു കവിളുത്തടം കുടിച്ചത് എന്ന് പറയരുതേ. കുടിച്ചിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തൗബ ചെയ്യണേ. ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ആകാശത്തിന്റെ അധിപനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. നമ്മുടെ മക്കളെ പിഴയ്ക്കാതിരിക്കണോ? നമ്മുടെ മക്കള് സാലിഹാവണോ? നമ്മുടെ മക്കള് മോശമാകുന്ന പ്രവണതയിലേക്ക് പോകാതെ ഈമാൻ തുളുമ്പുന്ന മക്കളാകണോ? 3 കാര്യങ്ങൾ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലിമൂ ഔലാദകും സലാസത ഖിസാൽ. 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. 1 ഹുബ്ബ നബിയക്കും, കാരുണ്യത്തിന്റെ പ്രവാചകനോടുള്ള മഹബത്താണ്. ഒരു കുട്ടി ജനിച്ച് വകതിരിവെത്തുമ്പോൾ തന്നെ അവൻ ആദ്യമായി പഠിപ്പിക്കേണ്ടത് മുത്തുനബിയാണ്. ഫത്ഹുൽ മുഈൻ മറിച്ച് നോക്ക് നിങ്ങൾ. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കളുടെ മേൽ ആദ്യമായി നിർബന്ധമായത് വകതിരിവെത്തുമ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, നമുക്കൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നാണ്. മക്കയിലാണ് ജനിച്ചത്, മദീനയിലാണ് വഫാത്തായത്, അവിടെയാണ് ഖബറുള്ളത്. ഇതാദ്യമായിട്ടാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മക്കൾക്ക് പ്രവാചകനോടുള്ള മഹബത്തിട്ടാൽ അവർ ഒരു സിനിമാ നടന്റെയും പിറകെ പോകുകയില്ല. കാരണം അതിനേക്കാൾ സുന്ദരൻ എന്റെ പ്രിയപ്പെട്ട ഹബീബാണെന്നുള്ള ചിന്തയാണ്. അവന് സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു പ്രവാചകൻ അവന്റെ മുന്നിലുണ്ട്. ഒരു രാഷ്ട്രീയ പ്രമുഖന്റെ മുന്നിലേക്കും അവൻ പോവുകയില്ല. കാരണം ഏറ്റവും വലിയ രാഷ്ട്ര പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്റെ ഹബീബാണ്, ഹബീബാണ്. ഒരു സാമാജിക നേതാക്കന്മാരുടെയും ഒരു വ്യാജസിദ്ധന്റെയും കരവലയത്തിൽ നമ്മുടെ മക്കൾ പെട്ടുപോവുകയില്ല. മോശമാകുന്ന ഒരു പ്രവണതയിലേക്ക് മക്കളെ പോവുകയില്ല. ആളുകളെ നരബലി നടത്താൻ പോകുകയില്ല, ബലാത്സംഗം ചെയ്യാൻ പോവുകയില്ല, വ്യഭിചരിക്കാൻ പോവുകയില്ല, ഒരു സിനിമ കാണാൻ പോവുകയില്ല, ഒരു സീരിയൽ ദർശിക്കാൻ പോവുകയില്ല. ഒരു ഹറാമാകുന്ന തലത്തിലേക്ക് അവന്റെ കണ്ണ് കൊണ്ടുപോയില്ല, അവന്റെ ഹറാമാകുന്ന തലത്തിലേക്ക് കാത് കൊണ്ടുപോയില്ല. കാരണം അതൊക്കെ കൊണ്ടുപോയാൽ എനിക്കെന്റെ ഹബീബിനോടുള്ള കാണല്, ആ പ്രവാചകനോടുള്ളതാകുന്ന സംവേദനം അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ബോധ്യം അവന്റെ ഹൃദയത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ മക്കളുടെ ഹൃദയത്തിലേക്ക് റസൂലുള്ളാഹിയോടുള്ള മഹബത്ത് അടയാളപ്പെടുത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. രണ്ടാമത്തത് വഹുബ്ബ അഹ്ലി ബൈതി, ആ പ്രവാചകന്റെ കുടുംബത്തോടുള്ള മഹബത്താണ്. സയ്യിദന്മാരോടുള്ള മഹബത്ത് നമ്മുടെ മക്കൾക്ക് നൽകൽ അനിവാര്യമാണ്. തീർന്നില്ല. വതിലാവത്തിൽ ഖുർആൻ, മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കണേ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് 3 കാര്യങ്ങൾ അടയാളപ്പെടുത്തിയാൽ മക്കൾ പിഴച്ചു പോകില്ല. 1 മുത്തുനബിയോടുള്ള മഹബത്ത്. നമ്മൾ ഈ റബീഉൽ അവ്വൽ അടയാളപ്പെടുത്തിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപകരിക്കുന്ന ഒരു പുസ്തകം പ്രവാചകനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്ന നമ്മൾ നമുക്ക് വേണ്ടി ഒരു അറിവ് സമ്പാദിക്കാൻ വാങ്ങിച്ചിട്ടുണ്ടോ ഈ റബീഉൽ അവ്വൽ? ഇല്ല എങ്കിൽ നമ്മൾ ഈ റബീഉൽ അവ്വൽ കൊണ്ട് യാതൊരുവിധ ഗുണവും സമ്പാദിച്ചില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ശരി, നെയ്ച്ചോറും പോത്തിറച്ചിയും തിന്നു മാത്രമേ ഉള്ളൂ. നബിയെ പഠിക്കാൻ ഒന്നും നമ്മൾ വെക്കില്ല. നബിയുടെ 9 ഭാര്യമാർ ഒന്ന് എണ്ണി പറയാൻ പറഞ്ഞ അങ്ങനെ നിൽക്കും ആചാര്യ. പിന്നെ ആ വായിക്കാത്തോണ്ട് ഇച്ചിരി നെയ്ച്ചോറിട്ട് കൊടുത്താൽ അടയ്ക്കും. അതാണ് നമ്മുടെ അവസ്ഥ. നബിയുടെ 7 മക്കൾ എന്ന് പറഞ്ഞ് ആചാര്യ ഒന്ന് എണ്ണിക്ക്. ഇപ്പം പറയാവേ, മദ്രസയിലെ പുസ്തകം എടുത്തുകൊണ്ട് തൊട്ട് ഇപ്പോൾ വരാം.
അതാണ് നമ്മുടെ പഠിത്തം. അവിടെ കൊണ്ട് തന്നെ തീർന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് ചോദിക്കുമെന്ന് കരുതി ആചാര്യ പോകാൻ തോന്നും. ചോദിക്കത്തില്ല കേട്ടോ. ആചാര്യ പോവല്ലേ, അത് ചോദിക്കൂല. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ തന്നെ. ഒരു കാര്യവും നമ്മൾ പഠിച്ചിട്ടില്ല പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു പുസ്തകം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഈ റബീഉൽ അവ്വൽ എന്താ നമ്മൾ വാങ്ങിച്ചു കൊടുത്തത്? നമ്മൾ തന്നെ എന്താ പഠിച്ചിട്ടുള്ളത്? നമ്മുടെ വീടുകളിൽ ഏതൊക്കെ നിലയ്ക്കാണ് വന്നിട്ടുള്ളത്? നല്ല ആത്മീയമാകുന്ന അന്തരീക്ഷമായിട്ടുണ്ടാവുന്നോ നമ്മുടെ വീടുകൾ? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനത്തിന്റെ സദസ്സ് നമ്മുടെ വീടുകളിൽ സംഘടിപ്പിച്ചാൽ തന്നെ വീട്ടിൽ എല്ലാ ബലാ മുസീബത്തുകളെ തൊടുത്തുള്ള സംരക്ഷണം ഉണ്ടാവും. എല്ലാ ബലാകളെ കൊണ്ടുള്ള സംരക്ഷണം ഉണ്ടാകും. എല്ലാ കള്ളന്മാരുടെ ഷർറുകളെ തൊട്ട് നമുക്ക് കാവൽ ലഭിക്കും. കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയത്തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ടുള്ള കാവൽ നമുക്കുണ്ടാവും. ഇത് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് ശമായിലിൽ രേഖപ്പെടുത്തിയതായ വസ്തുതയാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ റബീഉൽ അവ്വൽ വന്നിട്ട് വീടുകളിൽ മൗലിദ് ഓതിയവർ എത്ര പേരുണ്ട്? വീട്ടിൽ ഓതിയവരെന്ന് കൈ ഉയർത്തിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. എന്നാലും കുറെ പേരുണ്ട് ഓതാത്തവർ. പള്ളിയിൽ ഓതിയവരായിരിക്കും അവർ. അതുപോലെ വീടുകളിൽ ഓതണം. ഒരു ഹിക്കായത്തെങ്കിലും ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5-ാം നൂറ്റാണ്ടുകാരനായ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രചിച്ച മൗലിദാണ് സുബ്ഹാന മൗലിദ്. വലിയ മൗലിദാണ്. ആ മൗലിദ് ചുരുക്കി എഴുതപ്പെട്ടിട്ടുള്ളതാണ് മങ്കൂസ് മൗലിദ്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കപ്പെട്ടത്. മങ്കൂസ് മൗലിദ് അതാരെഴുതിയതാണ്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയതാണ്. പൊന്നാനിയിലുള്ളതാകുന്ന അക്കാലഘട്ടത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ മാരകമാകുന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ വന്നുകൊണ്ട് ശൈഖ് അവറുകളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് മുത്തുനബിയുടെ പേരിൽ സുബ്ഹാന മൗലിദ് ചുരുക്കി എഴുതി നാട്ടുകാർക്ക് കൊടുത്ത് ഓതാൻ പറഞ്ഞു. ഓതി എല്ലാവർക്കും എല്ലാ ബലാ മുസീബത്തുകളും മാറി. നിയത്ത് വെച്ച് ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ ഓതി. മാഷാ അല്ലാഹ്, എല്ലാവർക്കും ശമനം വന്നു. അത് നമ്മുടെ നാടുകൾ പ്രചുര പ്രചാരം നേടി. അദ്ദേഹത്തിന്റെ ഉസ്താദാകുന്ന ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തിലെ മക്കയിലെ പ്രമുഖ മുദരിസാൻ നാട്ടിൽ വന്നപ്പോൾ ഉസ്താദിനെ കാണിച്ചു ഈ മൗലിദ്. ഉസ്താദ് അതിന് ദുആ ചെയ്തു കൊടുത്തു. അതാണ് സലാത്തൻ തുൻജീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് എന്ന് തുടങ്ങുന്ന മങ്കൂസ് മൗലിദിന്റെ ലാസ്റ്റ് ഭാഗത്തുള്ള ദുആ. ഏടുകളിൽ കാണുന്നില്ലേ ആ ദുആ? ദുആഉൽ ഹൈതമി, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു നൽകിയ ദുആ. വളരെ മഹത്തരമുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ വീടുകളിൽ അത് പാരായണം ചെയ്യണം. മുത്തുനബിയോടുള്ള മഹബത്ത് മക്കൾക്ക് വരട്ടെ. എന്നിട്ട് ദുആ ചെയ്യണം. ഓതാത്ത വീടുകളുണ്ടെങ്കിൽ റബീഉൽ അവ്വൽ 30 ദിവസമുണ്ട്. ആ 30 ദിവസം ഓതണം. ഇനിയുണ്ട് നമുക്ക് മുന്നിൽ 10-15 ദിവസം. മുടങ്ങരുത്. ഒരു ദിവസം ഒന്ന് വെച്ച് ഓതിയാൽ മതി. ഫുള്ള് ഓതാൻ സാധിച്ചില്ലെങ്കിൽ. ഫുള്ളോതാൻ പറ്റാൻ വലിയ താമസമൊന്നുമില്ല. അരമണിക്കൂർ കൊണ്ട് ഫുള്ള് തീരും. നല്ലതുപോലെ ഖുർആൻ ഓതാൻ അറിയാവുന്ന, നല്ലതുപോലെ ദിക്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വായിക്കാനും അറിയാവുന്ന മക്കളാണ് നമുക്കൊക്കെ ഉള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട്
മക്കളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യണം? എല്ലാം ഓദിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ പെൺമക്കളാകട്ടെ ആൺമക്കളാകട്ടെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അതിന് നീട്ടുന്നില്ല, സമയം വൈകിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലുള്ള മുഴുവൻ സഹോദര സഹോദരിമാരും അൽഹംദുലില്ലാഹ് എല്ലാവരും ഒരു സലാത്തിലേക്ക് എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. ഈ സദസ്സിലുള്ള മുഴുവൻ സഹോദര സഹോദരിമാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദസ്സായി ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അൽഹംദുലില്ലാഹ് വളരെ ഗ്രാൻഡായി നല്ല റാഹത്തായി നടന്നു പോവാണ് നമ്മുടെ BTICയുടെ സ്ഥാപനം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 ലക്ഷം രൂപ നമുക്ക് ചെലവ് വരുമെന്ന് കണക്കാക്കി തുടങ്ങിയെങ്കിലും ഏകദേശം 25 ലക്ഷം രൂപയോളമാണ് കോവിഡിന് ശേഷമുള്ളതാകുന്ന ഒരു ചെലവിലേക്ക് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിപുലാർത്ഥമായിട്ട് പല പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്തു. ആ ആസൂത്രണം ചെയ്തതാകുന്ന പരിപാടി ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് അൽഹംദുലില്ലാഹ് വിശാലമായി പിടിക്കുകയും കുട്ടികൾക്ക് വിപുലമായ സൗകര്യാർത്ഥമായി ചെയ്യുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഏകദേശം 6 ലക്ഷം രൂപ നിലവിൽ നമുക്ക് ബാധ്യതയുണ്ട്, കടബാധ്യതയാണ്. അത് കൊടുത്തു വീട്ടേണ്ടതാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതിനു പുറമെ ഏതൊരു സ്ഥാപനവും ആഗ്രഹിക്കുന്ന പോലെ വിപുലമായ സൗകര്യം കുട്ടികളുടെ ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂം ആക്കുവാനും അതിനൊപ്പം പുറമെ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യ നുകരുന്നതിനാവശ്യമാകുന്ന ഘടകങ്ങൾ ചേർന്ന നല്ല മനോഹരമാകുന്ന പുസ്തകങ്ങളുടെ ശേഖരങ്ങൾ കോർത്തിണക്കി നല്ല ഒരു ലൈബ്രറി സ്ഥാപിക്കുവാനും മറ്റനുബന്ധ കർമ്മങ്ങളുമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ലക്ഷ്യമുണ്ട്. ഇതിൻ്റെ സംഘാടക സമിതിക്ക് ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിലുള്ളതാകുന്ന സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാരൊക്കെ ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി സഹകരിക്കൽ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരാളൊന്ന് തുടങ്ങി വെക്കൽ നല്ല നിയ്യത്ത് വെച്ച് ഇൻഷാ അല്ലാഹ്. പെൺമക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം ഇന്ന് വളരെ കുറവാണ് നമ്മുടെ കേരളത്തിൽ. അൽഹംദുലില്ലാഹ് നമുക്ക് അത്തരത്തിലുള്ളൊരു സ്ഥാപനം മുന്നേറ്റാൻ നമ്മുടെ നാടിന് ആത്മീയപരമായ പ്രഭ പരത്തിക്കൊണ്ട് സാധ്യമായ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. വാഫക്കി തങ്ങളുടെ പേരിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ പൊരുത്തം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെ ഇവരെയും കാവലാക്കുമാറാവട്ടെ. ആരുള്ളത് ഇൻഷാ അല്ലാഹ് ഒരാൾ തുടങ്ങി വെക്കുക നല്ല നിയ്യത്ത്. അള്ളാഹു സ്വീകരിക്കട്ടെ. തുക ഞാൻ പറയൂല, അത് നിങ്ങൾക്കൊണ്ട് കഴിയുന്നതാണ്. 10,000, 25,000, 1 ലക്ഷമൊക്കെ കഴിയുന്ന ആളുകൾ തന്നെ ഈ മജ്‌ലിസിലുണ്ട്. സഹോദരിമാരുടെ കൂട്ടത്തിലുണ്ട്, സഹോദരങ്ങൾക്കിടയിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരാൾ നല്ല ബറക്കത്തായിട്ട് ഒരാൾ നല്ല രീതിയിൽ തുടങ്ങി. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ലൈവിലുള്ള സഹോദരങ്ങൾ സഹോദരിമാർ അവരും ശ്രദ്ധിക്കുക. കാസർഗോഡ് ജില്ലയിലെ സൗത്ത് ചിത്താരിയിലാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. അൽഹംദുലില്ലാഹ് 3ാമത്തെ വർഷത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. പുതിയ അഡ്മിഷൻ അൽഹംദുലില്ലാഹ് ഈ വർഷം എടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഫാദില എന്ന ബിരുദമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. +2 തലത്തിൽ, BA തലത്തിൽ വരെയുള്ള വിദ്യാഭ്യാസമാണ്. അതുകൂടി കരഗതമാക്കിയാൽ അവർ ഫളീല എന്ന ബിരുദം അവർക്ക് കരഗതമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ വാല്യൂ ഉള്ളതാകുന്ന ജനങ്ങൾക്കിടയിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് സമുന്നതരായ ഉസ്താദുമാർക്കിടയിൽ വളരെ ശ്രേഷ്ഠമായ ബിരുദമായി കണക്കാക്കപ്പെടുന്നതാണ് ഈ ഫാദിലയും ഫളീലയും ഒക്കെ. അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് വളരെയേറെ ശ്രദ്ധ ചെലുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ആരുള്ളത്? ഒരാളൊന്ന് തുടങ്ങിക്ക്. ബിസ്മില്ലാ. ഒരാളൊന്ന് എഴുന്നേറ്റാൽ മതി. ആദ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ തുടങ്ങി വെക്കുന്നത് ആരാ? നല്ല നിയ്യത്ത് വെച്ച് ഇൻഷാ അല്ലാഹ്. ഒരാളുണ്ട് ഈ മജ്‌ലിസിൽ. ആരുള്ളത്? അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിച്ച് നൽകട്ടെ. ഉസ്താദെ ഞാൻ നൽകാമെന്ന് പറഞ്ഞ് ഒരാളിലേക്കും തിരിഞ്ഞു നോക്കാതെ നല്ല മനസ്സോടുകൂടി ഈ സദസ്സിൽ നിന്ന് പറയുന്ന വ്യക്തി ആരാണ്? അള്ളാഹു സ്വീകരിക്കട്ടെ.
എത്ര തുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് പറയാം. തുക ഞാൻ പറയാത്തത് ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷി എനിക്കറിയില്ല. ഇന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് തരാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന തുക ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ഒരാളൊന്ന് തുടങ്ങി വെക്കും. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് മറ്റുള്ളവർ പറയുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനത്തിന്റെ ട്രഷറർ കൂടിയാണ് ഷറഫുദ്ദീൻ സാഹിബ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹം നൽകിയിട്ടുള്ള സദഖ 10,000 രൂപ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. മാതാപിതാക്കളുടെ മഗ്ഫിറത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ടാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു സലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. ഷറഫുദ്ദീൻ സാഹിബിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി ഈ സദഖയെ നീ സ്വീകരിക്കണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അദ്ദേഹം എന്ത് ലക്ഷ്യത്തിലാണ് നൽകിയിട്ടുള്ളത് ആ ലക്ഷ്യം പരിപൂർണമായി പൂവണിയിക്കണേ അല്ലാ. മാതാപിതാക്കൾ ഓർത്തിട്ടാണ് ഈ സദസ്സിൽ സംഭാവന നൽകിയത്. മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മകനാക്കണേ അല്ലാ. മാതാപിതാക്കളുടെ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് അടുത്തയാൾ നല്ല നിയ്യത്തിൽ പറയും. അള്ളാഹു നിയ്യത്തുകളെ സാധൂകരിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് അന്ന് അവിടെ ഉള്ളതാകുന്ന വാളണ്ടിയേഴ്സ്, നമ്മുടെ സഹോദരിമാർ, സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധിക്കുക. കയ്യിൽ കിടക്കുന്ന മോതിരമോ വളയോ മാല എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് അലിക്കത്തോ ഒക്കെ ദീനിനു വേണ്ടി കൊടുക്കുന്നവർ അള്ളാഹു സംഭാവന സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. നല്ല നിയ്യത്തിൽ കൊടുക്കാൻ അള്ളാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ ഉപ്പ കുടുംബാദികൾ ഷറഫുദ്ദീൻ സാഹിബ് നൽകിയതുപോലെ നമുക്ക് അവരോടൊരു കടമയുണ്ട്, ഒരു കടപ്പാടുണ്ട്. അവർ ബാക്കി വെച്ചതാകുന്ന സ്വർണത്തിന്റെ ഒരു ഭാഗമെങ്കിലും എടുത്ത് അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ നിയ്യത്ത് വെച്ച് നമ്മൾ നൽകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിസിനസ്സിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി നമ്മുടെ സമീപ പ്രദേശത്തെ ഒരു വ്യാപാരി ദുആ ചെയ്യാൻ 37,500 ഖുലൂ തക്ബീർ. ഒരു സലാത്ത് സുർലരീഹിൽ മുസ്തഫാവ സിദ് ഇഖാമതം ബിഹി സുർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാലി സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ വ്യാപാരത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകണേ അല്ലാ. ആദരവായ പ്രവാചകൻ പറയുകയാണ്, അത്താദിറു സദൂഖുൽ അമീൻ മഅൻ നബീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സത്യസന്ധനായ കച്ചവടക്കാരൻ നാളെ ആഖിറത്തിൽ മുത്തുനബിയോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ സ്ഥാനമെന്ന് ഹബീബായ റസൂലുള്ളാഹി. 37,500 രൂപ ഈ സദസ്സിലേക്ക് നിയ്യത്ത് വെച്ച ആ സഹോദരൻ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആദരവായ പ്രവാചകന്റെ പൊരുത്തം നൽകണേ റബ്ബേ. അവിടുത്തെ മദതിലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. ഏത് ലക്ഷ്യത്തിലാണ് സംഭാവന പറഞ്ഞത് ആ സംഭാവന പരിപൂർണമായി സ്വീകരിക്കുകയും ലക്ഷ്യം പൂവണിയിക്കുകയും ചെയ്യണേ അല്ലാ.